യേശു ഞങ്ങൾക്കൊരു കഥയല്ല, യേശു ഞങ്ങൾക്കൊരു യാഥാർത്ഥ്യമാണ്. Jesus is alive. സ്വർലോകരുടെയും ഭൂലോകരുടെയും അധോലോകരുടെയും മുഴങ്കാലൊക്കെയും യേശുവിൻ നാമത്തിൽ മടങ്ങും. Actually, from 13 years of age, I always had migraine. The pain was unbearable. I used to take around 12 to 16 tablets a day. They did CT, they did MRI, they could not find out why I was having this severe pain. Medical science is so advanced and they can't treat something like headaches. In the evening we came here. That night, God did heal me. And that night I stopped my medications. Don't stop praying. Keep knocking because God will come. വീൽ ചെയറിൽ ഇരുന്ന് പ്രാർത്ഥിച്ചപ്പോൾ ചിരട്ട തെന്നി ആ സ്ഥാനത്ത് വന്നു. വീൽ ചെയറിൽ ഇരുന്ന വ്യക്തിയായി തുള്ളിച്ചാടുന്നേ. എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ. ചേർന്ന് പാടിയാട്ടെ. എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എന്നെ കൈവിടാത്തവൻ, യേശു കൂടെയുണ്ട്. യേശു എൻ കൂടെയുണ്ട്, എന്നെ കൈവിടാത്തവൻ, യേശു എൻ കൂടെയുണ്ട്. എനിക്കായി കരുതുന്നവൻ, എൻ ഭാരങ്ങൾ വഹിക്കുന്നവൻ,
എനിക്കായി കരുതുന്നവൻ, എൻ ഭാരങ്ങൾ വഹിക്കുന്നവൻ, എന്നെ കൈവിടാത്തവൻ, എൻ യേശു എൻ കൂടെയുണ്ട്. എന്നെ കൈവിടാത്തവൻ യേശു കൂടെയുണ്ട്, യേശു എൻ കൂടെയുണ്ട്. ഓ പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി എന്നറിയുന്നു. എന്തിനെന്ന് ചോദിക്കില്ല, എന്റെ നന്മയ്ക്കാണെന്നറിയുന്നു ഞാൻ. തീയിൽ വീണാലും അവിടെ ഞാൻ ഏകനല്ല. എരിതീയിൽ വീണാലും അവിടെ ഞാൻ ഏകനല്ല. വീഴുന്നതോ തീയിലല്ല, എന്നേശുവിൻ കരങ്ങളില. വീഴുന്നതോ തീയിലല്ല, എന്നേശുവിൻ കരങ്ങളില. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം കണ്ടിട്ടുണ്ട്, എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതി. അതുകൊണ്ട് എന്തിനെന്നു ചോദിക്കില്ല, എന്റെ നന്മയ്ക്കായി യേശുവേ. എന്തിനെന്നു ചോദിക്കില്ല, എന്റെ നന്മയ്ക്കാണെന്നറിയുന്നു ഞാൻ. ഘോരമം ശോധനയിൽ ആഴങ്ങൾ കടന്നിടുമ്പോ, ഘോരമം ശോധനയിൽ ആഴങ്ങൾ കടന്നിടുമ്പോ നടത്തുന്നതേ ശിവത്രേ. ഞാൻ അവൻ കരങ്ങളില നടത്തുന്നതേ ശിവത്രേ. ഞാൻ അവൻ കരങ്ങളില. പരീക്ഷ ദൈവം അനുവദിച്ചാൽ പരിഹാരം കണ്ടിട്ടുണ്ട്, കരുതിയിട്ടുണ്ട്. പരീക്ഷ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി എന്നറിയുന്നു ഞാൻ. എന്തിനെന്നു ചോദിക്കില്ല, എന്റെ നന്മയ്ക്കാണെന്നറിയുന്നു ഞാൻ. ദൈവം എനിക്കനുകൂലം, അതു നന്നായി അറിയുന്നു ഞാൻ. ദൈവം എനിക്കനുകൂലം, അതു നന്നായി അറിയുന്നു ഞാൻ. ദൈവം അനുകൂലമെങ്കിൽ ആർ എനിക്കെതിരായിടും. ദൈവം അനുകൂലമെങ്കിൽ ആർ എനിക്കെതിരായിടും. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം കണ്ടിട്ടുണ്ട്, എനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. അതുകൊണ്ട് എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി എന്നറിയുന്നു ഞാൻ. എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി എന്നറിയുന്നു ഞാൻ. ഓ എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എനിക്കായി കരുതുന്ന ഭാരങ്ങൾ വഹിക്കുന്നവൻ, എന്നെ കൈവിടാത്തവൻ, എന്നെ കൈവിടാത്തവൻ, എന്നേശുയൻ. ഓ എന്നെ കൈവിടാത്തവൻ, എന്നേശുയൻ കൂടെയുണ്ട്. പരീക്ഷ എന്റെ ദൈവം. എല്ലാവരും കരങ്ങൾ തട്ടി. കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരം എനിക്കായി കരുതിയിട്ടുണ്ട്. ഓ എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, ഓ എന്തിനെന്നു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കായി എന്നറിയുന്നു ഞാൻ.
ഇന്നെന്ന ഭാരത്താൽ ഞെരുങ്ങിയപ്പോ ഒന്നും ഭയപ്പെടേണ്ടെന്നൂര ചെയ്തില്ലേ. ഇന്നെന്ന ഭാരത്താൽ ഞെരുങ്ങിയപ്പോ ഒന്നും ഭയപ്പെടേണ്ടെന്നൂര ചെയ്തില്ലേ. തകയൽ ഭക്തനെ പോറ്റിയ നാഥന്റെ സ്നേഹത്തെ ഓർത്തു നാം സ്തുതിച്ചിടുക. തകയൽ ഭക്തനെ പോറ്റിയ നാഥന്റെ സ്നേഹത്തെ ഓർത്തു നാം വാഴ്ത്തിടുക. വാഴ്ത്തിടുക, സ്തുതിച്ചാടിടുക, അവന്റെ നാമം ഉയർത്തിയിടുക. വാഴ്ത്തിടുക, സ്തുതിച്ചാടിടുക, അവന്റെ നാമം ഉയർത്തിയിടുക. പച്ചപ്പുൽമേടുകളിൽ ദിനവും പാലിപ്പതോർത്താൽ എങ്ങനെ നാം. പച്ചപ്പുൽമേടുകളിൽ ദിനവും പാലിപ്പതോർത്താൽ എങ്ങനെ നാം. പലകനേശുവെ മറന്നിരിക്കൂ, തന്റെയൊന്നായി ഘോഷിച്ചിടാം. പലകനേശുവെ തന്റെയൊന്നായി ഘോഷിച്ചിടാം. വാഴ്ത്തിയിടുക, സ്തുതിച്ചാത്തിയിടുക, അവന്റെ നാമം ഉയർത്തിയിടുക. വാഴ്ത്തിയിടുക, സ്തുതിച്ചാത്തിയിടുക, അവന്റെ നാമം ഉയർത്തിയിടുക. ഓ പരീക്ഷ എന്റെ ദൈവം അനുവദിച്ച പരിഹാരം കണ്ടിട്ടുണ്ട്, കരുതിട്ടുണ്ട്. ഓ പരീക്ഷ എന്റെ ദൈവം അനുവദിച്ച പരിഹാരം എനിക്ക് കരുതിയിട്ടുണ്ട്. എന്തിനൊന്നു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മ കാണുന്നറിയുന്നു. എന്തിനൊന്നു ചോദിക്കില്ല ഞാൻ, എന്റെ നന്മ കാണുന്നറിയുന്നു ഞാൻ. ഓ എന്തിനൊന്നു ചോദിക്കില്ല. എല്ലാ കരങ്ങളും തട്ടി ശക്തിയോടെ എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. എന്തിനൊന്നു ചോദിക്കില്ല ഞാൻ. ഓ എന്റെ നന്മയ്ക്കായെന്നറിയുന്നു ഞാൻ. എന്തിനൊന്നു ചോദിക്കില്ല ഞാൻ. ചുടിവിരി ബല 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 വർഷ ബല ചുട ബല ബല വർഷ കരകത ചുട ബല ബല ചുടിവിരി വിശ്വ ബല ബല ഗത കരകത ചുട ബല ബല ശബരഗത ചുട ബല 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 രഗത ഗത ബല വർഷ കരകത ഗതയന. എന്റെ നന്മ കാണുന്നറിയുന്നു. എന്തിനൊന്നു ചോദിക്കില്ല ഞാൻ. ശബരാധകന ചുട ബാധകന ശിഖരഗത ഗത വിരി വിശ്വകരഗത. മർക്കോസ് സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 3-4 വാക്യങ്ങൾ ഇന്ന് പകൽ നമുക്ക് ശ്രദ്ധിക്കാം. അവന്റെ പാർപ്പ് കല്ലറകളിൽ ആയിരുന്നു. ആർക്കും അവനെ ചങ്ങല കൊണ്ട് പോലും ബന്ധിച്ചു കൂടാഞ്ഞു. പലപ്പോഴും അവനെ വിലങ്ങും ചങ്ങലയും കൊണ്ട് ബന്ധിച്ചിട്ടും അവൻ ചങ്ങല വലിച്ചു പൊട്ടിച്ചും വിലങ്ങ് ഉരുമി ഒടിച്ചു കളഞ്ഞു. ആർക്കും അവനെ അടക്കുവാൻ കഴിഞ്ഞില്ല. വിശുദ്ധ വചനത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വന്നത് ഒരു മതം സ്ഥാപിക്കാനല്ല. യേശു ഈ ഭൂമിയിലേക്ക് വന്നത് ഒരു സംഘടനയുടെ നേതാവായിട്ടിരിക്കാനല്ല. പിതാവായ ദൈവം തൻ്റെ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചത് മനുഷ്യൻ നശിച്ചു പോകാതിരിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ടാണ് യോഹന്നാൻ സുവിശേഷം 3-ാം അധ്യായം 16-ാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, തൻ്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് അവനെ നൽകുവാൻ തക്കവണ്ണം പിതാവായ ദൈവം ഈ ലോകത്തെ സ്നേഹിച്ചു. അപ്പോൾ പിതാവായ ദൈവം തൻ്റെ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചത് ഒരു ക്രിസ്തീയ മതം ഉണ്ടാക്കാനല്ല, മനുഷ്യനെ രക്ഷിക്കാനാണ്. അങ്ങനെങ്കിൽ യേശു ഒരു മതത്തിൻ്റെ ദൈവമല്ല. ഒരു ക്രിസ്തീയ സാമുദായിക കുടുംബത്തിൽ ജനിച്ചു വളർന്ന എനിക്ക് എൻ്റെ 17-ാമത്തെ വയസ്സുവരെ എൻ്റെ ചിന്ത യേശു ക്രിസ്ത്യാനികളുടെ ദേവനായിരുന്നു എന്നാണ്. എന്നാൽ തിരുവഴുത്ത് വായിക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്നു, യേശു ക്രിസ്ത്യാനികളുടെ ദേവനല്ല, അവൻ ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചമാണ്. തിരുവഴുത്തിൽ എഴുതിയിരിക്കുന്നു, ഏതു മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യ വെളിച്ചം ഈ ലോകത്തിലേക്ക് വന്നുകൊണ്ടിരുന്നു.
യോഹന്നാൻ സുവിശേഷം 1-ാം അധ്യായം 12-ാം വാക്യത്തിൽ പരിശുദ്ധാത്മാവ് എഴുതിയിരിക്കുന്നു, അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും അവൻ ദൈവമക്കളാകാൻ അധികാരം നൽകിയിരിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, അതിൽ യഹൂദനെന്നില്ല, അതിൽ യവനനെന്നില്ല, അതിൽ എബ്രായനെന്നില്ല, കർത്താവിൻ്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന ഏവനും രക്ഷിക്കപ്പെടും. അങ്ങനെങ്കിൽ യേശു മതത്തിൻ്റെ ദൈവമല്ലെങ്കിൽ, യേശു ഒരു സംഘടനയുടെ ദൈവമല്ലെങ്കിൽ, യേശു ഒരു പ്രത്യേക വിഭാഗത്തിൻ്റെ ദൈവമല്ലെങ്കിൽ, യേശു ആരുടെ ദൈവമാണ്? ഒറ്റ വാക്കിൽ ഞാൻ ഉത്തരം പറയാം, യേശു വിശ്വസിക്കുന്നവരുടെ ദൈവമാണ്. യേശു വിശ്വസിക്കുന്നവരുടെ കർത്താവാണ്. ഇന്ന് പകൽ ഞാനൊരു ക്രിസ്തീയ കുടുംബത്തിലല്ല ജനിച്ചത്, ഞാനൊരു ക്രിസ്ത്യാനി അല്ല എന്ന് നിങ്ങൾ പറയുന്നെങ്കിൽ ഇന്ന് പകൽ ഓർക്കുക, യേശു ഈ ഭൂമിയിലേക്ക് വന്നത് ഒരു മതത്തിന് വേണ്ടിയല്ല. സഹോദര സഹോദരി, നിങ്ങളെ രക്ഷിക്കാൻ വേണ്ടിയാണ്, നിങ്ങളെ വിടുവിക്കാൻ വേണ്ടിയാണ്, നിങ്ങളെ അനുഗ്രഹിക്കാൻ വേണ്ടിയാണ്. തിരുവെഴുത്തിൽ എഴുതിയിരിക്കുന്നു, പിതാവായ ദൈവം തൻ്റെ പുത്രനെ ഈ ഭൂമിയിലേക്ക് അയച്ചത് ഈ ഭൂമിയെ ന്യായം വിധിക്കാനല്ല, ആമേൻ, അവനിൽ വിശ്വസിക്കുന്നവർ ന്യായവിധിയിൽ അകപ്പെടാതിരിക്കാൻ വേണ്ടിയാണ്. അങ്ങനെങ്കിൽ ഇന്ന് പകൽ ഓർക്കുക, പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, ഇപ്പോഴോ ക്രിസ്തു യേശുവിൽ ഉള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല. എന്നെ കേൾക്കുന്ന വാത്സല്യ സഹോദരങ്ങളെ, അങ്ങനെ നാം ചിന്തിക്കുമ്പോൾ കർത്താവ് ഈ ഭൂമിയിലേക്ക് വന്നത് ഒരു മതത്തിന് വേണ്ടിയല്ല, ഒരു സംഘടനയ്ക്ക് വേണ്ടിയല്ല, ഒരു വിഭാഗത്തിന് വേണ്ടിയല്ല. ആമേൻ. കർത്താവ് യേശു ഈ ഭൂമിയിലേക്ക് വന്നത് മാനവകുലത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടിയാണെങ്കിൽ ഇന്ന് പകൽ ശിക്ഷിക്കുന്ന യേശുവിനെ അല്ല ഞാനിവിടെ പ്രസംഗിക്കുന്നേ, ഏത് പരാജയപ്പെട്ടവനെയും രക്ഷിക്കുന്ന കർത്താവിനെയാ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് അപ്പോസ്തല പ്രവൃത്തികൾ 4:11-12 വാക്യത്തിൽ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്, മറ്റൊരുത്തനിലും രക്ഷയില്ല, നാം രക്ഷിക്കപ്പെടുവാൻ ആകാശത്തിൻ്റെ കീഴിൽ മനുഷ്യരുടെ ഇടയിൽ നൽകപ്പെട്ട വേറൊരു നാമവുമില്ല. മർക്കോസ് സുവിശേഷം 5-ാം അധ്യായം അതിൻ്റെ 43 വരെയുള്ള വാക്യങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷയിൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കരത്താൽ നടന്ന 3 മേജർ ഡെലിവറൻസ് ആ അധ്യായത്തിൽ കാണാം. യേശു കർത്താവ് ചെയ്ത 3 അത്ഭുതങ്ങൾ മർക്കോസ് സുവിശേഷം 5-ാം അധ്യായത്തിൽ കാണുന്നു, മറ്റൊന്നും അതിൽ കാണുന്നില്ല. അതിൽ ഒന്നാമത്തെ വിഷയം മർക്കോസ് സുവിശേഷം 5-ാം അധ്യായം 4-ാം വാക്യം, പലപ്പോഴും അവനെ വിലങ്ങും ചെങ്ങലയും കൊണ്ട് ബന്ധിച്ചിട്ടും അവൻ ചെങ്ങല വലിച്ചു പൊട്ടിച്ചും വിലങ്ങ് ഉരുമി ഒടിച്ചും കളഞ്ഞു, ആർക്കും അവനെ അടക്കാൻ കഴിഞ്ഞില്ല. ഒന്നാമത്തെ വിഷയം, ആർക്കും കൈകാര്യം ചെയ്യാൻ കഴിയാത്ത, ആർക്കും അടക്കാൻ കഴിയാത്ത, ആർക്കും ഹാൻഡിൽ ചെയ്യാൻ കഴിയാത്ത ഒരു മാനസിക രോഗി, അല്ലെങ്കിൽ 6000 ഭൂതങ്ങൾ ഒന്നിച്ച് ഒരു ശരീരത്തിൽ വസിക്കുന്ന ഒരു ഭൂതഗ്രസ്തൻ. ഒന്നാമത്തെ വിഷയത്തിൽ പരിശുദ്ധാത്മാവ് എഴുതിയിരിക്കുന്നു, ആർക്കും ഹാൻഡിൽ ചെയ്യാൻ കഴിയാത്ത, ആർക്കും കൈകാര്യം ചെയ്യാൻ കഴിയാത്ത, ഒരു സെല്ലിലും അടയ്ക്കാൻ പറ്റാത്ത, എത്ര കട്ടിയുള്ള ചെങ്ങല കൊണ്ട് കെട്ടിയാലും വലിച്ചു പൊട്ടിച്ച് മനുഷ്യനെ ഉപദ്രവിക്കുന്ന, ഒരു മനുഷ്യർക്കും കൈകാര്യം ചെയ്യാൻ കഴിയാത്ത മാനസിക രോഗി അല്ലെങ്കിൽ ഭൂതഗ്രസ്തൻ. രണ്ടാമത്തെ വിഷയത്തിലേക്ക് വരുമ്പോൾ, കഴിഞ്ഞ 12 സന്വത്സരമായി മുതൽ മുഴുവൻ വിറ്റ്, ഉള്ള വസ്തുവും കിടക്കാടവും എഴുതി വിറ്റ് ചികിത്സിച്ചിട്ടും സൗഖ്യം ലഭിക്കാത്ത രക്തസ്രവക്കാരിയായ സ്ത്രീ. അവളുടെ നാട്ടിൽ അറിയപ്പെടുന്ന എല്ലാ ഹോസ്പിറ്റലുകളിലും അവൾ ട്രീറ്റ്മെന്റ് ചെയ്തു. കാണാൻ കഴിയുന്ന എല്ലാ വൈദ്യന്മാരെയും അവൾ കണ്ടു. പോകാവുന്ന സ്ഥലത്ത് മുഴുവൻ പോയി, കഴിക്കാവുന്ന മെഡിസിൻ മുഴുവൻ കഴിച്ചു. ഒടുവിൽ മെഡിക്കൽ സയൻസ് പറഞ്ഞു, നിന്നെ ഞങ്ങൾക്ക് കൈകാര്യം ചെയ്യാൻ കഴിയില്ല, നിന്റെ രോഗത്തെ ഞങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ കഴിയില്ല, നിനക്കിനി മരുന്നില്ല. ഒന്നാമത്തെ വിഷയത്തിൽ ആർക്കും ഹാൻഡിൽ ചെയ്യാൻ കഴിയാത്ത ഭൂതഗ്രസ്തൻ. രണ്ടാമത്തെ വിഷയത്തിൽ ആർക്കും ഒരു മെഡിക്കൽ സയൻസിനും ഹാൻഡിൽ ചെയ്യാൻ കഴിയാത്ത രക്തസ്രവക്കാരിയായ സ്ത്രീ. മൂന്നാമത്തെ വിഷയത്തിൽ ആ ദേശത്തിലെ പ്രമാണിയുടെ ഒരു പൈതൽ മരിച്ചു. ആ കുഞ്ഞിനെ അടക്കാൻ പെട്ടിക്കകത്താക്കി കുടിച്ചിടാൻ ഫ്യൂണറൽ സർവീസ് നടത്താൻ വെച്ചിരിക്കുന്ന ഡെഡ് ബോഡി. ആർക്കും അടക്കാൻ കഴിയാത്ത, ചെങ്ങല കൊണ്ടുപോലും ബന്ധിക്കാൻ കഴിയാത്ത ഈ മാനസിക രോഗിയെ ആർക്കും ഹാൻഡിൽ ചെയ്യാൻ കഴിയുന്നില്ല. 12 വർഷം രക്തസ്രാവം പിടിച്ച് മുതൽ മുഴുവൻ വിറ്റ് ചികിത്സിച്ചിട്ടും ഒരു മെഡിക്കൽ സയൻസിനും അവളെ ഹാൻഡിൽ ചെയ്യാൻ കഴിയുന്നില്ല. ഇതാ ശവപ്പെട്ടിക്കകത്തിരിക്കുന്ന ഡെഡ് ബോഡിയെ ഇനി ആർക്ക് ഹാൻഡിൽ ചെയ്യാൻ കഴിയും? മനുഷ്യർക്ക് ഹാൻഡിൽ ചെയ്യാൻ കഴിയാത്ത 3 വിഷയത്തെ ഇതാ യേശു ഹാൻഡിൽ ചെയ്യുന്നു.
ഓ, ഇന്ന് പകൽ ഏറ്റെടുക്കുന്ന എത്ര പേരുടെ നടുവിലുണ്ട് മനുഷ്യർക്ക് കൈകാര്യം ചെയ്യാൻ കഴിയാത്ത, മനുഷ്യർക്ക് സോൾവ് ചെയ്യാൻ കഴിയാത്ത 3 വിഷയത്തെ യേശു ഇതാ ഈസിയായി ഹാൻഡിൽ ചെയ്യുന്നു. അതെ, മനുഷ്യർക്ക് ഹാൻഡിൽ ചെയ്യാൻ കഴിയാത്തതിനെ, മനുഷ്യർക്ക് കൈകാര്യം ചെയ്യാൻ കഴിയാത്തതിനെ, മാനുഷിക ബുദ്ധികൾക്ക് പ്രവർത്തിക്കാൻ കഴിയാത്തതിനെ ഇന്ന് പകൽ ചില പ്രിയപ്പെട്ടവർ ഇവിടെ പറയുന്നു, ഈ വിഷയം എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ കഴിയുന്നില്ല, ഈ കടഭാരത്തെ എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ കഴിയുന്നില്ല, ഈ രോഗത്തെ എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ കഴിയുന്നില്ല, എൻ്റെ വഴിപിഴച്ചു പോയ മക്കളെ എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ കഴിയുന്നില്ല, എൻ്റെ കുടുംബത്തിലെ പ്രശ്നങ്ങളെ എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ കഴിയുന്നില്ല, എൻ്റെ സഭയിലെ വിഷയങ്ങളെ എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ കഴിയുന്നില്ല. എന്നാൽ ഇന്ന് പകൽ അതിനെ ഹാൻഡിൽ ചെയ്യാൻ കഴിവുള്ളവൻ ഇതിന്റെ നടുവിൽ വന്നിട്ടുണ്ട്. അതെ, സെല്ലുകളിൽ അടയ്ക്കാൻ കഴിയാത്ത, ചെങ്ങല കൊണ്ടുപോലും കെട്ടിയാൽ ഒതുങ്ങിക്കിടക്കാത്ത ഇവനെ ആർക്ക് കൈകാര്യം ചെയ്യാൻ കഴിയും? വസ്തു വരെ എഴുതി വിറ്റ് ചികിത്സിച്ചിട്ടും എല്ലാ ഹോസ്പിറ്റലുകളും കൈവിട്ട ഈ സഹോദരിയെ ഇനി ആർക്ക് കൈകാര്യം ചെയ്യാൻ കഴിയും? മരിച്ചിട്ട് കുഴിച്ചിടാൻ പെട്ടിക്കകത്ത് വെച്ചിരിക്കുന്ന ഡെഡ് ബോഡിയെ ഇനി ആർക്ക് കൈകാര്യം ചെയ്യാൻ കഴിയും? ഇന്ന് പകൽ അത് ചെയ്യാൻ കഴിവുള്ള ഒരുവൻ ഉണ്ട്. 5-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം. അവർ കടലിന്റെ അക്കരെ ഗദരദേശത്തെത്തി. പടകിൽ നിന്ന് ഇറങ്ങിയ ഉടനെ അശുദ്ധാത്മാവുള്ള ഒരു മനുഷ്യൻ കല്ലറകളിൽ നിന്ന് വന്ന് അവനെ എതിരേറ്റു. അവന്റെ പാർപ്പ് കല്ലറകളിൽ ആയിരുന്നു. ആർക്കും അവനെ ചങ്ങല കൊണ്ട് പോലും ബന്ധിച്ചുകൂടാഞ്ഞു. പലപ്പോഴും അവനെ വിലങ്ങും ചങ്ങലയും കൊണ്ട് ബന്ധിച്ചിട്ടും അവൻ ചങ്ങല വലിച്ചു പൊട്ടിച്ചും വിലങ്ങ് ഉരുമി ഓടിച്ചു കളഞ്ഞു. ആർക്കും അവനെ അടക്കുവാൻ കഴിഞ്ഞില്ല. അവൻ രാവും പകലും കല്ലറകളിലും മലകളിലും ഇടവിടാതെ നിലവിളിച്ചും തന്നെത്താൻ കല്ലുകൊണ്ട് ചതച്ചു പോന്നു. അവൻ യേശുവിനെ ദൂരത്ത് നിന്ന് കണ്ടിട്ട് ഓടിച്ചെന്ന് അവനെ നമസ്കരിച്ചു. മതി. അവൻ കടലിന്റെ അക്കരെ ഗദരദേശത്ത് എത്തി. ഇതാ കർത്താവായ യേശു ക്രിസ്തുവും ശിഷ്യന്മാരും കടല് കടന്ന് ജസ്റ്റ് ഓപ്പോസിറ്റ് പട്ടണമായ ഗദര എന്ന് പറയുന്ന ദേശത്ത് വന്നു. തിരുവെഴുത്തിൽ എഴുതിയിരിക്കുന്നു, അശുദ്ധാത്മാവ് ബാധിച്ച ഒരു മനുഷ്യൻ യേശു ഗദരദേശത്ത് വന്നു എന്നറിഞ്ഞിട്ട് അനുഭവിച്ചിട്ട് അവൻ ഓടി വന്ന് യേശുവിനെ എതിരേറ്റു. ഇനി കർത്താവിന്റെ യാത്രയുടെ ആരംഭം, ഇവർ ഈ ഗദരദേശത്ത് വന്നതിന്റെ ആ സിറ്റുവേഷൻ ഒന്ന് ചെക്ക് ചെയ്യാം. 4-ാം അധ്യായം 35 മുതലുള്ള വാക്യം. അന്ന് സന്ധ്യയായപ്പോൾ നാം അക്കരയ്ക്ക് പോകുക എന്ന് അവൻ അവരോട് പറഞ്ഞു. അവർ പുരുഷാരത്തെ വിട്ടു. താൻ പടകിലിരുന്ന പാടെ അവനെ കൊണ്ടുപോയി. മറ്റു ചെറു പടകുകളും കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ വലിയ ചുഴലിക്കാറ്റുണ്ടായി. പടകിൽ തിര തള്ളിക്കയറുകൊണ്ട് അത് മുങ്ങുമാറായി. അവൻ അമരത്ത് തലേണ വെച്ച് ഉറങ്ങുകയായിരുന്നു. അവർ അവനെ ഉണർത്തി, ഗുരു, ഞങ്ങൾ നശിച്ചു പോകുന്നതിൽ നിനക്ക് വിചാരമില്ലയോ എന്ന് പറഞ്ഞു. അവൻ എഴുന്നേറ്റ് കാറ്റിനെ ശാസിച്ചു, കടലിനോട് അനങ്ങാതിരിക്കുക, അടങ്ങുക എന്ന് പറഞ്ഞു. ലിസൺ ടു മീ. അവൻ എഴുന്നേറ്റ് കാറ്റിനെ ശാസിച്ചു. 5-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം. അശുദ്ധാത്മാവേ, ഈ മനുഷ്യനെ വിട്ട് പുറപ്പെട്ടു പോകുക എന്ന് യേശു കൽപ്പിച്ചിരുന്നു. അശുദ്ധാത്മാവേ, ഈ മനുഷ്യനെ വിട്ട് പുറപ്പെട്ടു പോക എന്ന് യേശു കൽപ്പിച്ചിരുന്നു. കൽപ്പിച്ചെന്നല്ല, യേശു കൽപ്പിച്ചിരുന്നു. 5-ാം അധ്യായത്തിലെങ്ങും യേശു കൽപ്പിച്ചതായി കാണുന്നില്ല. പിന്നെ കർത്താവ് കൽപ്പിച്ചത് ഒറ്റ സ്ഥലത്തേ ഉള്ളൂ, കടലിനോട്, കാറ്റിനോട്. ഇനി ഞാൻ വിഷയത്തിലേക്ക് വരുന്നു. ശിഷ്യന്മാരോട് സന്ധ്യയായപ്പോൾ കർത്താവ് പറഞ്ഞു, എഴുന്നേക്ക്, നമുക്ക് അക്കരയ്ക്ക് പോവാം. ശിഷ്യന്മാർക്കറിയാം അക്കരെ എന്ന് പറഞ്ഞാൽ ഗദരദേശമാണ്. പക്ഷെ എന്തിനു വേണ്ടിയാണ് യേശു ഗദരദേശത്ത് പോകുന്നത് എന്ന് യേശു വെളിപ്പെടുത്തിയില്ല. പക്ഷെ ശിഷ്യന്മാർക്കറിയാം ഈ പടക് അക്കരയ്ക്ക് ചെന്നാൽ ആ നാട് ഗദരദേശമാണ്. പക്ഷെ എന്തിനാണ് പുറപ്പെടുന്നെന്ന് പുറപ്പെട്ടവർക്കറിയില്ല. പക്ഷെ പുറപ്പെടുവിച്ചവൻ അറിയായിരുന്നു.
ഇന്ന് പകൽ കർത്താവിന്റെ ശബ്ദം കേട്ട് ദൈവത്തിന്റെ വചനത്തിന്റെ സത്യത്തിന് വേണ്ടി ജീവിതം സമർപ്പിച്ച് പുറപ്പെട്ടവർക്ക് ഈ യാത്ര എവിടെ എത്തുമെന്ന് അറിയത്തില്ലെങ്കിലും പുറപ്പെടുവിച്ചവൻ അറിയാം ഇതെവിടെ എത്തിക്കണമെന്ന്. വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് പകൽ ഇവിടെ ഇരിക്കുന്ന മുഴുവൻ ആൾക്കാരോടും പറയുന്നു, നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തനാകുന്നു. അബ്രഹാമിനോട് സർവശക്തനാകുന്ന ദൈവം ഇടപെട്ടു. അബ്രഹാമേ, ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തിലേക്ക് നീ പോകുക. കാണിപ്പാൻ ഇരിക്കുന്ന ദേശം ഏതാണെന്ന് അബ്രഹാം കണ്ടിട്ടില്ല, അബ്രഹാമിന് അറിയത്തുമില്ല. ഒരുപക്ഷെ ഒരുപാട് ദേശങ്ങളെ കുറിച്ച് അബ്രഹാം കേട്ട് കാണും, പക്ഷെ കാണിക്കാൻ പോകുന്ന ദേശം ഏതാണ് അബ്രഹാം അറിയില്ല. പക്ഷെ അബ്രഹാം പുറപ്പെട്ടു. കാരണം കാണിക്കാൻ പോകുന്ന അല്ലെങ്കിൽ കാണാൻ പോകുന്ന ദേശം ഏതാണെന്ന് അബ്രഹാമിന് അറിയത്തില്ലെങ്കിലും അത് കാണിക്കാം എന്ന് പറഞ്ഞവനെ അബ്രഹാമിന് അറിയാം. വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു, നിങ്ങളെ വിളിച്ചവൻ വിശ്വസ്തനാകുന്നു. ഇവർ പടകുമെടുത്ത് പുറപ്പെട്ടത് ഗദരദേശത്ത് പോകാനാണെങ്കിലും ഗദരദേശത്ത് ചെല്ലുന്നതിന്റെ ഉദ്ദേശം എന്തെന്ന് കർത്താവ് വെളിപ്പെടുത്തിയില്ല. പക്ഷേ ഈ അധ്യായം വായിക്കുമ്പോൾ നമുക്ക് നന്നായി അറിയാം, ഇത്ര ദൂരം യേശു യാത്ര ചെയ്തത്, ഇത്ര വലിയ കാറ്റിനെയും കടലിനെയും ഒക്കെ അഭിമുഖീകരിച്ച് കർത്താവ് പോയത് ഈ ഒരൊറ്റ മനുഷ്യന് വേണ്ടിയാണ്. വേറെ ഒരു മിനിസ്ട്രിയും യേശു അവിടെ ചെയ്തില്ല. ശമരിയ പട്ടണത്തിൽ ഉച്ചയ്ക്ക് 12 മണിക്ക് പഞ്ചായത്ത് കിണറിന്റെ സൈഡിൽ നട്ടുച്ചയ്ക്ക് പൊള്ളുന്ന വെയിലത്ത് കിണറ്റുകരയിൽ കർത്താവ് കാത്തിരുന്നത് ഒരു സഹോദരിയുടെ വിടുതലിന് വേണ്ടിയാണ്. യേശു കർത്താവ് ഇത്ര ദൂരം യാത്ര ചെയ്ത് ഗദരദേശത്ത് പോയത് ഇവൻ ഒരുത്തന്റെ വിടുതലിന് വേണ്ടിയാണ്. അതെ, ഈ ദൈവം നിന്റെ ദൈവമാണ്. എത്ര പേർക്ക് ഏറ്റെടുക്കാൻ കഴിയും? ഈ ദൈവം എന്റെ ദൈവമാണ്. ഈ കർത്താവ് നിനക്ക് വില കൽപ്പിക്കുന്നു. ഈ ദൈവം നിന്റെ കുടുംബത്തിന് വില കൽപ്പിക്കുന്നു. ഈ ദൈവം ഒരു ആത്മാവിന് വില കൽപ്പിക്കുന്നു. വിശ്വസിക്കുന്ന ദൈവമക്കൾക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഒരുപക്ഷെ നിന്റെ കുടുംബക്കാർ പറഞ്ഞേക്കാം നീ കൊള്ളുകയില്ലെന്ന്. ഒരുപക്ഷെ നാട്ടുകാർ പറഞ്ഞേക്കാം നീ ഒരു പ്രയോജനരഹിതമായ വ്യക്തിയാണെന്ന്. ഒരുപക്ഷെ നിന്റെ സഭയിലെ വിശ്വാസികളോ നാട്ടുകാരോ നിന്റെ കൂട്ടുകാരോ പറഞ്ഞേക്കാം നിന്നെ ഒന്നിനും കൊള്ളുകയില്ലെന്ന്. പക്ഷെ ആത്മാവ് ഇന്ന് പകൽ നിന്നോട് പറയുന്നു, നിനക്ക് സ്വർഗം വില കൽപ്പിക്കുന്നു. നിന്നെ യേശു വില കൽപ്പിക്കുന്നു. നീ ദൈവത്തിന് വിലപ്പെട്ട വ്യക്തിയാണ്. നീ യേശുവിന് വിലപ്പെട്ട വ്യക്തിയാണ്. താങ്കളെന്ന ഒരു വ്യക്തിക്ക് വേണ്ടി എന്റെ കർത്താവ് നൽകിയത് അവന്റെ സ്വന്തം ജീവനെയാണ്. അതിനകത്ത് മതമൊന്നുമില്ല, അതിനകത്ത് ജാതിയൊന്നുമില്ല, അതിനകത്ത് വർണ്ണ വ്യത്യാസങ്ങളൊന്നുമില്ല, അതിനകത്ത് ഇൻഡിപെൻഡന്റ് ചർച്ച് എന്നോ പെന്തക്കോസ്ത് സഭയെന്നോ സമുദായ സഭയെന്നോ ഓർത്തഡോക്സ് എന്നോ ഒന്നുമില്ല. എന്റെ കർത്താവ് ഒരു രോഗിയെ സൗഖ്യമാക്കിയപ്പോൾ നീ ഇപ്പൊ ഏത് പള്ളിയിലാടാ പോന്നേ എന്ന് ചോദിച്ചിട്ടല്ല സൗഖ്യമാക്കിയേ. എന്റെ കർത്താവ് ഒരു രോഗിയെ സൗഖ്യമാക്കിയപ്പോൾ നീ ഇപ്പൊ ഏത് മതത്തിന്റെ ആളാ എന്ന് ചോദിച്ചിട്ടല്ല വിടുവിച്ചേ. ഹൃദയം നുറുങ്ങിയവർക്ക് യഹോവ സമീപസ്ഥൻ. ഏറ്റെടുക്കുന്ന എത്ര പേര് നടുവിലുണ്ട്? മനസ്സു തകർന്നവരെ അവൻ രക്ഷിക്കുന്നു, രക്ഷിക്കുന്നു, രക്ഷിക്കുന്നു. എന്നാ ഇതൂടെ കേട്ടോ, മാനസാന്തരപ്പെട്ടവരെ അല്ല കർത്താവ് സൗഖ്യമാക്കിയത്. പക്ഷെ കർത്താവ് സൗഖ്യമാക്കുന്നത് മാനസാന്തരപ്പെടാനാ. ജീവിതത്തിൽ ഇന്നു വരെ സത്യം അറിഞ്ഞവരെ അല്ല കർത്താവ് വിടുവിച്ചത്, ഒന്നും അറിയാത്തവരെയാ. പക്ഷെ കർത്താവ് വിടുവിച്ചത് സത്യം അറിയാനും അവനെ അനുഗമിക്കാനുമാ. 10 കുഷ്ഠരോഗികൾ യേശുവിന്റെ അരികിൽ വന്നു. ഈ 10 പേരും വന്ന് യേശുവിന്റെ അരികിൽ മുട്ടുകുത്തി, അഭിനപുത്ര ഞങ്ങളോട് കരുണ തോന്നണമേ എന്ന് അവർ മുട്ടുകുത്തി അപേക്ഷിച്ചു. ലിസൺ ടു മീ, 10 കുഷ്ഠരോഗിക്കും കൂടെ 100 വിരലുണ്ട്. കാലിലെ വിരലും കൂടെ കൂട്ടിയാൽ 200 വിരലുണ്ട്. ഒരു വ്യക്തിക്ക് കുഷ്ഠരോഗം ബാധിച്ചാൽ ആദ്യം മുരടിച്ചു തുടങ്ങുന്നത് അവന്റെ വിരലുകളാണ്. അങ്ങനെങ്കിൽ ഈ 10 കുഷ്ഠരോഗികളുടെ 200 വിരലുകളും ഡാമേജ് ആണ്. നശിച്ചു പോയ 200 വിരലുകളെയും എന്റെ കർത്താവ് ഒറ്റ സെക്കൻഡ് കൊണ്ട് സൗഖ്യമാക്കി. 10 പേര് സൗഖ്യമായി. അവര് സൗഖ്യമായിട്ട് ഇങ്ങനെ പോകുകയാണ്. അവര് പറഞ്ഞു, കണ്ടോ എന്റെ പുതിയ സ്കിന്ന്, കണ്ടോ വിരല്, കണ്ടോ, ഓ ഇനി അധ്വാനിച്ച് ജീവിക്കണം, ഇനി എന്തെങ്കിലുമൊക്കെ പണിയെടുത്ത് ജീവിക്കണം, ഇനി ഒരുത്തന്റെ മുമ്പിൽ യാചിക്കണ്ടല്ലോ.
എന്നാൽ ഇവരിങ്ങനെ പറഞ്ഞു പോകുമ്പോൾ കൂട്ടത്തിൽ ഒരുവൻ അവൻ പറഞ്ഞു, ഈ കൈ നഷ്ടപ്പെട്ടതായിരുന്നു, ഇത് തന്നവനെ എനിക്ക് മറക്കാൻ കഴിയില്ല. ഞാൻ തെരുവിലിരുന്ന് യാചിക്കുന്നവനായിരുന്നു, എന്റെ അവസ്ഥയെ മാറ്റിയവനെ എനിക്ക് മറക്കാൻ കഴിയില്ല. ഈ 10 പേരിൽ ഒരുത്തൻ അവരുടെ കൂട്ടത്തിൽ നിന്ന് തിരിഞ്ഞു. അവൻ തിരിഞ്ഞു ചെന്ന് യേശുവിന്റെ അരികിൽ ചെന്ന് വീണ്ടും കർത്താവിന്റെ അരികിൽ അവൻ ഒന്നും കൂടെ മുട്ടുകുത്തി. എന്നിട്ട് പറഞ്ഞു, ജീസസ് താങ്ക് യു, നന്ദി ദൈവമേ, നന്ദി. ഈ സമയത്ത് യേശു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. നിങ്ങൾ 10 പേരല്ലേ എന്റെ അടുക്ക വന്നേ? അതെ. ബാക്കി 9 പേരെവിടെ? നീ ഒരുത്തൻ മാത്രമാണോ നന്ദി പറയാൻ തിരിച്ചു വന്നത്? ബാക്കി 9 പേരെവിടെ? യേശു സൗഖ്യം ആക്കിയവരെ യേശു അന്വേഷിക്കുന്നു. യേശു വിടുവിച്ചവരെ യേശു അന്വേഷിക്കുന്നു. യേശു അത്ഭുതം ചെയ്തവരെ യേശു തിരക്കുന്നു. ഇത് കേവലം പ്രാപിച്ചുകൊണ്ട് പോകാനുള്ളതല്ല, ഇത് കർത്താവിനെ അനുഗമിക്കാനുള്ളതാ. യേശു കർത്താവ് ഗദരദേശത്ത് എത്തുന്നതിന് മുമ്പ് പടകും എടുത്ത് പുറപ്പെടുമ്പോൾ ഇന്നുവരെ അനുഭവിച്ചിട്ടില്ലാത്ത തിര, ഇന്നുവരെ അനുഭവിച്ചിട്ടില്ലാത്ത കാറ്റ്, ഇന്നുവരെ അനുഭവിച്ചിട്ടില്ലാത്ത പ്രതികൂലം. തെളിയിക്കാം. ശിഷ്യന്മാർ എന്ന് പറഞ്ഞ് ഇപ്പൊ യേശുവിന്റെ കൂടെ നടക്കുന്ന 12 എണ്ണം ഉണ്ടല്ലോ, ഇവരൊക്കെ മത്സ്യബന്ധനത്തിൽ ഭയങ്കര മിടുക്കന്മാരാ. എന്റെ ഒരറിവ് വെച്ച് പറഞ്ഞാൽ യൗവനപ്രായം മുതൽ കടലിൽ മത്സ്യബന്ധനത്തിന് പോകുന്നവരാ. അപ്പൊ ദീർഘവർഷങ്ങളായി ഇവർ തിര കണ്ടിട്ടുണ്ട്, കാറ്റ് കണ്ടിട്ടുണ്ട്, വിഷയങ്ങൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്തതാണ് ഇപ്പൊ കാണുന്നത്. എടാ, തിര കണ്ടവന് സുനാമി കണ്ട പേടി വരും. പ്രൈസ് ദി ലോർഡ്. അവൻ ഇന്ന് വരെ കണ്ടിട്ടില്ലാത്തതാണ് ഇപ്പം കാണുന്നത്. ഇന്ന് വരെ അനുഭവിച്ചിട്ടില്ലാത്തതാണ് ഇപ്പൊ അനുഭവിക്കുന്നത്. അപ്പം പേടി വന്നു, നിലവിളിക്കാൻ തുടങ്ങി. എന്തോ നിലവിളിച്ചേ? ഞങ്ങൾ നശിച്ചു പോകാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം പെട്ടെന്ന് എഴുന്നേറ്റില്ലേ 5 മിനിറ്റിനുള്ളിൽ ഞങ്ങൾ ക്ലോസ് ആവും. അങ്ങനെ ഒരു സിറ്റുവേഷനിലാണ് ഞങ്ങളിപ്പോൾ നിൽക്കുന്നത്. അപ്പൊ അത്ര ഭയാനകമായിരുന്നു ആ തിര, അത്ര ഭയാനകമായിരുന്നു ആ സിറ്റുവേഷൻ, ആ സാഹചര്യം. ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ ചില കുടുംബങ്ങളെ നോക്കി സംസാരിക്കുന്നു. എന്നാൽ യേശു അമരത്ത് ഉറങ്ങുകയായിരുന്നു. അവൻ എഴുന്നേറ്റു. എഴുന്നേറ്റിട്ട് എന്താ കർത്താവ് ചെയ്തത്? അവൻ കാറ്റിനെ ശാസിച്ചു. കടൽ ശാന്തമായി. നമ്മൾ പഠിച്ചിരിക്കുന്നവൻ കാറ്റിനെയും കടലിനെയും ശാസിച്ചെന്നാ, പക്ഷെ അവിടെ എഴുതിയിരിക്കുന്നവൻ കാറ്റിനെ ശാസിച്ചെന്നാ. വള്ളത്തിനകത്ത് കയറിയ വെള്ളത്തെ നമുക്ക് കാണാൻ പറ്റും, കാറ്റിനെ കാണാൻ ഒക്കത്തില്ല. വെള്ളത്തെ മാത്രമേ കാണാൻ പറ്റൂ, കാറ്റിനെ കാണാൻ പറ്റില്ല. പക്ഷേ എല്ലാ തിരയുടെയും പിന്നിൽ ഒരു കാറ്റുണ്ട്. ഒരു കാറ്റില്ലാതെ ഒരു തിര വരില്ല. കർത്താവ് നോക്കിയത് പ്രശ്നത്തെ അല്ല, കർത്താവ് നോക്കിയത് പ്രശ്നക്കാരനെയാ. കർത്താവ് ശാസിച്ചത് വിഷയത്തെ അല്ല, കർത്താവ് ശാസിച്ചത് ഈ വിഷയം ഉണ്ടാക്കിയവനെയാ. അവിടെ കർത്താവ് ശാസിച്ചു അല്ലേ? അവിടെയാണ് യേശു ശാസിച്ചത്, വേറെ എങ്ങും ശാസിച്ചില്ല. പക്ഷെ ഗദരദേശത്ത് എത്തിയപ്പോൾ ബൈബിൾ പറയുന്നു, യേശുവാണ് അവനെ കാണാൻ വന്നതെങ്കിലും യേശു അല്ല അവനെ ആദ്യം കണ്ടത്, അവനാണ് യേശുവിനെ ആദ്യം കണ്ടത്. തിരുവെഴുത്തിൽ എഴുതിയിരിക്കുന്നു, അവൻ ഓടി വന്ന് യേശുവിനെ എതിരേറ്റു. അവൻ, ഞാൻ ഒരാളെ കാണാൻ പോകുമ്പോൾ ഞാനായിരിക്കില്ല ആ വ്യക്തിയെ ആദ്യം കാണുന്നത്, എന്നെ കാത്തിരിക്കുന്നവനായിരിക്കും എന്നെ ആദ്യം കാണുന്നത്. മനസ്സിലായില്ല? ഒന്നുകൂടെ പറയാം, തെളിയിക്കാം. ഒരപ്പന് 2 മക്കളുണ്ടായിരുന്നു. അതിൽ ഇളയവൻ അപ്പൻ്റെ നിന്നുള്ള വസ്തുവെല്ലാം മേടിച്ച് ലാവിഷായിട്ട് അവനങ്ങ് ജീവിച്ചു. ഏറ്റവും ഒടുവിൽ പട്ടിണിയും ദാരിദ്ര്യവും കഷ്ടതയെല്ലാം വന്നപ്പോൾ അവൻ്റെ അപ്പനെ കുറിച്ച് അവൻ ഓർത്തു, അപ്പൻ്റെ സ്നേഹത്തെക്കുറിച്ച് അവൻ ഓർത്തു. അവൻ ആ പന്നിക്കൂട്ടിൽ നിന്ന് എഴുന്നേറ്റു, അപ്പനെ കാണാൻ പുറപ്പെട്ടു. ആരാണ് അപ്പനെ കാണാൻ ആഗ്രഹിച്ചത്? ഇവനാണ്. ആരാണ് അപ്പനെ കാണാൻ പുറപ്പെട്ടത്? മുടിയനായ പുത്രനാണ്. പക്ഷെ ബൈബിളിൽ എഴുതിയിരിക്കുന്ന എന്നാണെന്നറിയാവോ? അപ്പൻ അവനെ ദൂരത്ത് നിന്ന് കണ്ട് ഓടിച്ചെന്നു.
അപ്പൊ കാണാൻ പോയവനല്ല ആദ്യം കണ്ടത്, കാത്തിരുന്നവനാണ് ആദ്യം കണ്ടത്. സ്തോത്രം. ഗദരദേശത്തെ ഭൂതഗ്രസ്തനാണ് യേശുവിനെ എതിരേറ്റത്. യേശു അല്ല അവനെ ആദ്യം കണ്ടത്. അങ്ങനെങ്കിൽ യേശു വരുന്നു എന്ന വിവരം അവന്റെ ശരീരത്തിൽ വ്യാപരിച്ച ദുരാത്മാക്കൾ തിരിച്ചറിഞ്ഞു. വരിക, വിഷയത്തിലോട്ട് വരിക. അവന്റെ ശരീരത്തിൽ കുടിയിരുന്ന ദുർഭൂത ശക്തികൾക്ക് മനസ്സിലായി പുറത്താക്കാൻ കഴിവുള്ളവൻ വരുന്നുണ്ട്. അവന്റെ ശരീരത്തിൽ കുടിയിരുന്ന പൈശാചിക ശക്തികൾക്ക് മനസ്സിലായി അവസാനിപ്പിക്കാൻ കഴിവുള്ളവൻ വരുന്നുണ്ട്. നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? അവനാണ് ഈ കടൽ ഇളക്കിയത്. അവനാണ് ഈ പടക് അവിടെ എത്തിക്കാതിരിക്കാൻ ശ്രമിച്ചത്. അവനാണ് ഈ കടലിൽ കർത്താവിനെ തീർക്കാൻ നോക്കിയത്. അതെ, അഭിഷേകമുള്ളവൻ, അധികാരമുള്ളവൻ പ്രാർത്ഥിച്ച് പുറപ്പെടുമ്പോൾ ദേശത്ത് നിൽക്കുന്ന പൈശാചിക വൃന്ദങ്ങൾ അത് സെൻസ് ചെയ്യുന്നു. ഇന്ന് പകൽ ഞാൻ വിശ്വസിക്കുന്നു, ഈ പ്ലാറ്റ്ഫോമിലേക്ക് ഞാൻ വരുന്നതിന് മുൻപ് അദൃശ്യ മണ്ഡലത്തിൽ ഒരു യുദ്ധം ആരംഭിച്ചു കഴിഞ്ഞു. 1 യോഹന്നാൻ 4:4 നിങ്ങളിൽ ഉള്ളവൻ ലോകത്തിൽ ഉള്ളവനേക്കാൾ വലിയവൻ. അങ്ങനെങ്കിൽ ഇന്ന് പകലങ്ങ് വിശ്വസിച്ചോ. ഇവിടെ ഇരുന്ന് നിങ്ങൾ ആരാധിക്കുമ്പോൾ, ഇവിടെ ഇരുന്ന് കൈകൊട്ടുമ്പം, ഒരുപക്ഷെ വെറുതെ വന്ന് കയറി ഇതിനകത്തിരുന്നാണെങ്കിൽ പോലും നീ അറിയുന്നില്ല നിന്റെ ഭവനത്തിൽ വിടുതൽ നടക്കുന്നുണ്ട്. സംഭവിക്കേണ്ടത് പൈശാചിക വൃന്ദങ്ങൾ ഇത് തിരിച്ചറിയുന്നു. സക്കറിയാവ് 2:5 എഴുതിയിരിക്കുന്നു, ഞാൻ നിനക്ക് ചുറ്റും തീമതിലായിരിക്കും. സക്കറിയ 9:8 എഴുതിയിരിക്കുന്നു, ഞാൻ നിനക്ക് ചുറ്റും പട്ടാളമായി ഇറങ്ങും. ആവർത്തനം 9:3 എഴുതിയിരിക്കുന്നു, നിന്റെ ദൈവമായ യഹോവ ദഹിപ്പിക്കുന്ന അഗ്നിയായി നിന്റെ കൂടെ ഇരിക്കും. ഓ ജീസസ്. ഇന്ന് പകൽ യോഹന്നാൻ 16:33 വായിക്കുന്നു, ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട് എങ്കിലും ധൈര്യപ്പെട്ടോ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുകയാണ്. ഇത് പരാജയത്തിന്റെ സുവിശേഷമല്ല, ഇത് ജയത്തിന്റെ സുവിശേഷമാണ്. ക്രിസ്തീയ ജീവിതം പരാജയത്തിന്റെ ജീവിതമല്ല. കഷ്ടതയുണ്ടോ? ഉണ്ട്, കഷ്ടതയുണ്ട്. അപവാദമുണ്ടോ? ഉണ്ട്. നിന്ദയുണ്ടോ? ഉണ്ട്. എല്ലാം ഉണ്ട്. അപ്പോസ്തലൻ പറയുന്നു, കഷ്ടതകൾ ഞങ്ങൾക്കുണ്ട്, അപവാദങ്ങൾ ഞങ്ങൾക്കുണ്ട്, നിന്ദകൾ ഞങ്ങൾക്കുണ്ട്, പട്ടിണി ഞങ്ങൾക്കുണ്ട്, പൈതാകം ഞങ്ങൾക്കുണ്ട്, പല ബുദ്ധിമുട്ടുകൾ ഞങ്ങൾ അനുഭവിക്കുന്നു. കൂട്ടു സഹോദരന്മാരാൽ, കൂടെ നടന്നവരാൽ, കള്ളന്മാരാൽ, കടലിൽ അനേക പ്രതിസന്ധികൾ ഞങ്ങൾ അനുഭവിക്കുന്നു. പക്ഷേ ഈ പ്രതിസന്ധികൾക്കൊന്നും ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് ഞങ്ങളെ വേർപിരിക്കാൻ കഴിയത്തില്ല. വന്നതിനോ വരുവാനുള്ളതിനോ യാതൊന്നിനും അവന്റെ സ്നേഹത്തിൽ നിന്ന് അകറ്റാൻ കഴിയത്തില്ല. കാരണം എല്ലായിടത്തും, എല്ലായ്പ്പോഴും, എല്ലാ സമയവും യേശു ക്രിസ്തു മുഖാന്തരം ഞങ്ങളെ ജയോത്സവമായി നടത്തുന്ന ദൈവത്തിന് ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ജീവിതം പൂർണ്ണമായ കർത്താവിന്റെ കയ്യിൽ ഏൽപ്പിച്ചാൽ 50-50 അല്ല, 100% നിങ്ങളുടെ ലൈഫിന്റെ കൺട്രോൾ യേശുവിന്റെ കയ്യിലാണെങ്കിൽ യു ആർ സക്സസ്. ശ്രദ്ധിക്കുക, ഈ മനുഷ്യന്റെ ലൈഫ്, ഈ യൗവനക്കാരന്റെ ജീവിതം ഒന്ന് വ്യാഖ്യാനിച്ച് പ്രാർത്ഥിക്കാൻ പോവാം. ഇവന്റെ ജീവിതം എന്താ പഠിപ്പിക്കുന്നതെന്ന് അറിയാമോ? ഒരു മനുഷ്യനെ ദുരാത്മാവാണ് നയിക്കുന്നതെങ്കിൽ അവന്റെ ജീവിതം എന്താകുമെന്നും, അതേ വ്യക്തിയെ യേശു സ്വാധീനിച്ചാൽ അവന്റെ ജീവിതം എന്താകുമെന്നും ഈ ഒരു ഒറ്റ ചെറുപ്പക്കാരൻ നമ്മളെ പഠിപ്പിക്കുന്നു. അത് മെസ്സേജ് അതാണ്, അത് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പോവാ. ഒരു മനുഷ്യനെ ദുരാത്മാവാണ് കൊണ്ട് നടക്കുന്നതെങ്കിൽ അവന്റെ ജീവിതം എങ്ങനായിരിക്കുമെന്നും, ആ വ്യക്തിയെ യേശു സ്വാധീനിച്ചാൽ അവന്റെ ജീവിതം എന്താകുമെന്നും ഈ ഒറ്റ അധ്യായത്തിൽ കാണാം. ഇനി വരുന്നു വിഷയത്തിലേക്ക്. വായിക്കാം 3-ാമത്തെ വാക്യം മുതൽ. അവന്റെ പാർപ്പ് കല്ലറകളിൽ ആയിരുന്നു, ആർക്കും അവനെ ചങ്ങല കൊണ്ടുപോലും ബന്ധിച്ചുകൂടാഞ്ഞു. അവന്റെ പാർപ്പ്
കല്ലറകളിൽ ആയിരുന്നു. ദുരാത്മാവാണ് ഒരു മനുഷ്യനെ സ്വാധീനിക്കുന്നതെങ്കിൽ അവൻ്റെ ജീവിതം കേട്ടോണം. അതേ വ്യക്തിയെ കർത്താവ് സ്വാധീനിച്ചാൽ എങ്ങനെയാണെന്ന് കേട്ടോണം. ഇവന്റെ പാർപ്പ് കല്ലറയിലായിരുന്നു, വീട്ടിൽ പോവുകയില്ല. കല്ലറ എന്ന് പറയുന്നത്, സെമിട്രി എന്ന് പറയുന്നത് ഈ ലോകത്തിലെ ഒരു മനുഷ്യന്റെ ഫൈനൽ ഡെസ്റ്റിനേഷനാണ്. എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിലെ മനുഷ്യന്റെ ഭൗതിക ശരീരത്തിന്റെ അവസാന സ്ഥലമാണ് കല്ലറ. കല്ലറ വരെ ഭാര്യയ്ക്ക് വരാൻ പറ്റും, കല്ലറ വരെ ഭർത്താവിന് വരാൻ പറ്റും, കല്ലറ വരെ മക്കൾക്ക് വരാൻ പറ്റും. എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിലെ എൻ്റെ ജീവിതത്തിൻ്റെ ഭൗതിക ശരീരത്തിൻ്റെ, ആത്മാവിൻ്റെ അല്ല, ആത്മാവ് ദൈവം വെച്ച സ്ഥലത്തേക്ക് പോകുന്നു. എൻ്റെ ഭൗതിക ശരീരത്തിൻ്റെ ഫിനിഷിംഗ് പോയിന്റാണ് സെമിട്രി, കല്ലറ. ഇപ്പൊ ഇവൻ എവിടെയാ? കല്ലറയില. പിശാച് ഒരു മനുഷ്യനെ സ്വാധീനിക്കുമ്പോൾ സ്റ്റാർട്ടിങ്ങിൽ നിൽക്കേണ്ടവനെ, റണ്ണിങ്ങിൽ നിൽക്കേണ്ടവനെ ഫിനിഷിങ്ങിൽ നിർത്തുന്നു. നന്നായി മുമ്പോട്ട് പോകേണ്ടവനെ, സന്തോഷമായി ജീവിക്കേണ്ടവനെ ഫൈനൽ ഡെസ്റ്റിനേഷനിൽ നിർത്തുന്നു. അങ്ങനെ എത്രയോ കുടുംബങ്ങളെ കോട്ടയത്തിൽ പിശാച് സ്വാധീനിച്ചു. നന്നായി കുടുംബജീവിതം നയിക്കേണ്ട എത്രയോ കുടുംബങ്ങളെ പിശാച് സ്വാധീനിച്ച് ഫൈനൽ പോയിന്റായ ഡൈവോഴ്സിൽ അവൻ കൊണ്ടുവന്നു. എത്രയോ ബിസിനസ്സുകളെ അവൻ ഫിനിഷിംഗ് പോയിന്റിൽ കൊണ്ടുവന്നു. എത്രയോ കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസത്തെ അവൻ ഫിനിഷിംഗ് പോയിന്റിൽ കൊണ്ടുവന്നു. സ്റ്റാർട്ടിങ്ങിലും റണ്ണിങ്ങിലും നിൽക്കേണ്ട എത്രയോ കുടുംബങ്ങളെ, ശുശ്രൂഷകരെ അവൻ ഫിനിഷിംഗ് പോയിന്റിൽ കൊണ്ടുവന്നു. എന്നാൽ ഇന്ന് പകൽ നിങ്ങൾ അറിയുക, യേശുവാണ് സ്വാധീനിക്കുന്നെങ്കിൽ, പിശാചാണ് സ്വാധീനിക്കുന്നെങ്കിൽ സ്റ്റാർട്ടിങ്ങിലും റണ്ണിങ്ങിലും നിൽക്കേണ്ടവനെ ഫിനിഷിംഗിൽ നിർത്തുന്നു, ഒടുവിലത്തെ സ്ഥലത്ത് നിൽക്കുന്നു. പക്ഷേ അതേ വ്യക്തിയെ യേശു സ്വാധീനിച്ചാൽ, യേശു കണ്ടാൽ, പിശാച് ഫിനിഷിംഗിൽ നിർത്തിയവനെ കർത്താവ് സ്റ്റാർട്ടിങ്ങിൽ കൊണ്ടുവരുന്നു. എത്ര പേർ കെറ്റെടുക്കാൻ കഴിയും? പിശാച് ഫിനിഷിംഗിൽ കൊണ്ടുവന്നവനെ, ശത്രു അവസാനിപ്പിച്ചവനെ കർത്താവ് ആരംഭത്തിൽ കൊണ്ടുവരുന്നു. കുടുംബജീവിതം നന്നായി മുൻപോട്ട് പോകേണ്ട സാഹചര്യത്തിൽ നിന്ന്, കുഞ്ഞുങ്ങളുടെ വിദ്യാഭ്യാസം നന്നായി റൺ ചെയ്യേണ്ട സാഹചര്യത്തിൽ നിന്ന്, ബിസിനസ് നന്നായി ഓടേണ്ട സാഹചര്യത്തിൽ നിന്ന് പൈശാചിക ശക്തികളുടെ ഇൻഫ്ലുവൻസിനാൽ പലതിനെയും അവൻ ഫിനിഷിംഗ് പോയിന്റിൽ നിർത്തിയിരിക്കുകയാണ്. ഇനി മുൻപോട്ട് പോകാൻ കഴിയില്ല, തീർന്നു, അവസാനിച്ചു, കഴിഞ്ഞു എന്ന് പറയുന്ന ക്രമത്തിൽ ഇന്ന് പകൽ ചിലരിവിടെ ഉണ്ട്. അവരോട് ദൈവാത്മ പറയുന്നു, മനുഷ്യനും പിശാചും തീർന്നു എന്ന് പറഞ്ഞെടുത്തുനിന്ന് തുടങ്ങാൻ കഴിവുള്ളവൻ ഇതിന്റെ നടുവിൽ വന്നിട്ടുണ്ട്. വിശ്വസിക്കുന്ന എത്ര പേര് നടുവിലുണ്ട്? കഴിഞ്ഞു എന്ന് പറയുന്നിടത്തുനിന്ന് ആരംഭിക്കാൻ കഴിവുള്ളവൻ ഇതിന്റെ മധ്യേ വന്നിട്ടുണ്ട്. സ്തോത്രം. എന്നെ ശ്രദ്ധിച്ചു കേൾക്കുക. സ്റ്റാർട്ടിങ്ങിലും റണ്ണിങ്ങിലും നിൽക്കേണ്ട വ്യക്തികളെ, എന്ന് വെച്ചാൽ ആരംഭത്തിലും ഓട്ടത്തിലും നിൽക്കേണ്ട വ്യക്തികളെ പിശാച് ഫിനിഷിംഗിൽ നിർത്തിയിരിക്കുന്നു. എന്നാൽ പിശാച് ഫിനിഷിംഗിൽ നിർത്തിയതിനെ, ദുരാത്മാവ് ഫിനിഷിംഗിൽ കൊണ്ടുവന്നതിനെ എന്റെ കർത്താവ് ഇന്ന് പകൽ സ്വാധീനിച്ചാൽ, യേശു നിന്നെ തൊട്ടാൽ, നിന്നെ വീണ്ടും അവൻ തുടക്കത്തിലേക്ക് കൊണ്ടുവരും. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി, ഇത് സകലതും അവൻ പുതുതായി. മുൻപുള്ളവയെ നിങ്ങൾ ഓർക്കേണ്ട, പണ്ടുള്ളവയെ കുറിച്ച് നിരൂപിക്കേണ്ട, ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു. മുള്ളിന് പറക്കാരയ്ക്കും പകരം കൊഴുന്തിനെ മുളപ്പിക്കുകയും വിഷണ്ട മനസ്സിന് പകരം അവൻ സ്തുതി എന്ന മേലാടെ അണിയിക്കുകയും ചെയ്യുന്നു. രണ്ടാമത്തെ വിഷയം, ഒരു വ്യക്തിയെ പൈശാചിക ശക്തി സ്വാധീനിക്കുകയാണെങ്കിൽ അവിടെ എഴുതിയിരിക്കുന്നു 5-ാം വാക്യം, അവൻ ഇടവിടാതെ നിലവിളിച്ചു, മലകളിലും കല്ലറകളിലും രാവും പകലും ഇടവിടാതെ നിലവിളിച്ചു. പൈശാചിക ശക്തി ഒരു വ്യക്തിയെ സ്വാധീനിക്കുമ്പോൾ, പൈശാചിക ശക്തി ഒരു വ്യക്തിയെ നയിക്കുമ്പോൾ, ഓർക്കുക, അതൊരു കുടുംബത്തെയാണെങ്കിൽ, ഒരു വ്യക്തിയാണെങ്കിൽ, ദുരാത്മാവാണ് അവനെ നയിക്കുന്നതെങ്കിൽ, പിശാചിന്റെ സ്വാധീനം അവന്റെ മേലുണ്ടെങ്കിൽ, അവന്റെ അധരത്തിൽ ജയത്തിന്റെ വാക്കുകളല്ല, അവന്റെ ഭവനത്തിൽ ഉല്ലാസത്തിന്റെ ഘോഷമല്ല, എപ്പോഴും നിലവിളിയായിരിക്കും.
എപ്പോഴും വഴക്കുകളായിരിക്കും. എനിക്ക് ഈ അവസ്ഥ വന്നല്ലോ, എൻ്റെ കുഞ്ഞുങ്ങൾക്ക് ഈ അവസ്ഥ വന്നല്ലോ, എൻ്റെ ജീവിതത്തിന് ഈ അവസ്ഥ വന്നല്ലോ. ഓ, നിലവിളി, എപ്പോഴും ഉയരുന്ന നിലവിളി, എപ്പോഴും ഭവനത്തിൽ നടക്കുന്ന വഴക്ക്. ഇന്ന് പകൽ ദൈവത്തിൻ്റെ ആത്മാവിൽ ഞാൻ ചില കുടുംബങ്ങളെ നോക്കി പ്രവചിക്കുന്നു. ദുരാത്മാവ് അവനെ നയിച്ചപ്പോൾ അവൻ്റെ അതരത്തിൽ നിലവിളിയാണ്, അവൻ്റെ ജീവിതത്തിൽ കണ്ണുനീരാണ്. എപ്പോഴും അവൻ തന്നെത്താൻ നിലവിളിക്കുകയാണ്, തന്നെത്താൻ ശപിക്കുകയാണ്, തന്നെത്താൻ നെഞ്ചത്തിടിക്കുകയാണ്. എന്നാൽ ആ നിലയിൽ പോകുന്നവർ ഇതിന്റെ നടുവിൽ ഉണ്ടെങ്കിൽ, ആ വ്യക്തിയെ യേശു സ്വാധീനിച്ചാൽ, ആ വ്യക്തിയെ കർത്താവ് സ്വാധീനിച്ചാൽ, അവന്റെ ഭവനത്തിൽ ഉല്ലാസത്തിന്റെയും ജയത്തിന്റെയും ഘോഷമുണ്ടാകും. ഒരു സമയത്ത് യേശുവിലേക്ക് വരുന്നതിന് മുൻപ് നിങ്ങളുടെയും ഭവനങ്ങളിൽ ഈ അവസ്ഥയല്ലായിരുന്നോ? എന്നും വഴക്ക്, എന്നും നിലവിളി, എന്നും പ്രശ്നം, എന്നും പരാതി പറച്ചിൽ. ഒരു സമയത്ത് നിങ്ങളുടെ പലരുടെയും വീട്ടിൽ ഇങ്ങനല്ലായിരുന്നോ? പക്ഷേ ആ ഭവനത്തിലേക്ക്, ആ വ്യക്തികളിലേക്ക് യേശു കർത്താവ് കടന്നു വന്നപ്പോൾ ഇന്ന് ആ വീട്ടിൽ പാട്ടും പ്രാർത്ഥനയാണ്. എത്ര പേര് പറയും എന്റെ ഭവനത്തെ കുറിച്ചായി പറയുന്നതെന്ന്? ഇന്ന് ആ വീട്ടിൽ ഉല്ലാസത്തിന്റെയും ജയത്തിന്റെ കോശമാണ്. അതെ, ദുരാത്മാവ് ഒരു വ്യക്തിയെ സ്വാധീനിക്കുമ്പോൾ സ്റ്റാർട്ടിങ്ങിൽ നിൽക്കേണ്ടവനെ റണ്ണിങ്ങിൽ നിൽക്കേണ്ടവനെ ഫിനിഷിങ്ങിൽ കൊണ്ടുവരുന്നു. അതേ വ്യക്തിയെ കർത്താവ് സ്വാധീനിച്ചാൽ പിശാച് ഫിനിഷിങ്ങിൽ നിർത്തിയവനെയും കർത്താവ് സ്റ്റാർട്ടിങ്ങിൽ കൊണ്ടുവരുന്നു. ദുരാത്മാവ് ഒരു വ്യക്തിയെ സ്വാധീനിച്ചാൽ അവനിൽ നിലവിളിയും പരാതി പറച്ചിലും കണ്ണുനീരും സ്വയം പ്രാക്കും ശാപവും വഴക്കും കഷ്ടതകളും പരാതി പറച്ചിലും മാത്രമായിരിക്കും. പക്ഷെ അതേ വ്യക്തിയെ യേശു സ്വാധീനിച്ചാൽ അവന്റെ അതരത്തിൽ പുതിയ പാട്ട് ദൈവം നൽകും. ഓ, അവന്റെ ജീവിതത്തിൽ പുതിയ സന്തോഷം ദൈവം നൽകും. ഇത് രണ്ടും ഈ യൗവനക്കാരൻ നമ്മെ പഠിപ്പിക്കുന്നു. ഞാൻ വരിക എന്റെ വിഷയത്തിലേക്ക്. 3, തിരുവെഴുത്തിൽ എഴുതിയിരിക്കുന്നു, ഇവൻ തന്നെ താൻ കല്ലുകൊണ്ട് ചതച്ചു എന്ന് പറഞ്ഞാൽ ദുരാത്മാവ് ഇവനെ സ്വാധീനിക്കുന്നതിനാൽ ഇവന്റെ അവയവങ്ങളെ ഇവൻ തന്നെ ഇല്ലാതാക്കുകയാണ്. ഇവന്റെ അവയവങ്ങളെ കല്ലെടുത്ത് വെച്ച് ഇടിച്ച് ഇവൻ തന്നെ ചതച്ചു കളയുകയാണ്. ഇതവന്റെ കാര്യം മാത്രമല്ല, എത്രയോ പേരാണ് ഈ ദേശത്ത് ചാരായം കുടിച്ചും കള്ള് കുടിച്ചും സ്പിരിറ്റ് കുടിച്ചും മദ്യം കഴിച്ചും പുകവലിച്ചും കഞ്ചാവ് വലിച്ചും അവന്റെ ഇന്റേണൽ ഓർഗൻസിനെ നശിപ്പിക്കുന്നത്. എത്രയോ പേരാണ് അവന്റെ ആന്തരിക അവയവങ്ങളെ ഇല്ലാതാക്കുന്നത്. എത്രയോ പേരാണ് പൈശാചിക സ്വാധീനത്താൽ മദ്യപിച്ചും കള്ളുകുടിച്ചും പുകവലിച്ചും അവന്റെ ശ്വാസകോശത്തെ ഇല്ലാതാക്കുന്നത്. എത്രയോ പേരാണ് ആ നിലയിൽ രോഗബന്ധനം അനുഭവിക്കുന്നത്. അതെ, പിശാച് ഒരുത്തനെ സ്വാധീനിക്കുമ്പോൾ അവന്റെ അവയവങ്ങളെ അവൻ തന്നെ നശിപ്പിക്കുന്നു. പിശാച് ഒരുത്തനെ സ്വാധീനിക്കുമ്പോൾ അവന്റെ ഇന്റേണൽ ഓർഗൻസിനെ അവൻ തന്നെ ഇല്ലാതാക്കുന്നു. എന്നാൽ യേശുവാണ് ആ വ്യക്തിയെ സ്വാധീനിക്കുന്നെങ്കിൽ അവന് നഷ്ടപ്പെട്ട അവയവത്തെ കർത്താവിന് തിരികെ കൊടുക്കുന്നു. അവന് നഷ്ടപ്പെട്ട ആരോഗ്യത്തെ, അവന് നഷ്ടപ്പെട്ട സൗന്ദര്യത്തെ, അവന് നഷ്ടപ്പെട്ട ബലത്തെ കർത്താവിന് തിരികെ കൊടുക്കുന്നു. ദുരാത്മാവ് ഒരു മനുഷ്യനെ സ്വാധീനിക്കുമ്പോൾ അവന്റെ ശരീരത്തെ അവൻ തന്നെ നശിപ്പിക്കുന്നു. അതേ വ്യക്തിയെ കർത്താവ് സ്വാധീനിക്കുമ്പോൾ അവന് പുതിയൊരു ജീവിതം, ആരോഗ്യം കൊടുക്കുന്നു. ഇനി ശ്രദ്ധയോടെ കേട്ടാലും, യേശു കർത്താവ് അവിടെ വന്നു എന്നറിഞ്ഞതിനാൽ വിശുദ്ധ ബൈബിളിൽ എഴുതിയിരിക്കുന്നു, ദുരാത്മ സ്വാധീനത്താൽ നിറഞ്ഞ ഈ മനുഷ്യൻ ഓടി വന്ന് യേശുവിന്റെ അരികിൽ അവൻ മുട്ടുകുത്തി വണങ്ങുകയാണ്. ഇപ്പോൾ യേശുവിന്റെ മുമ്പിൽ ദുരാത്മാവ് വണങ്ങുകയാണ്, സാത്താൻ നമസ്കരിക്കുകയാണ്. എന്നാൽ ഇതേ പിശാച് ചില മാസങ്ങൾക്ക് മുൻപ് 40 രാവും 40 പകലും യേശു ഉപവസിച്ച് എഴുന്നേൽക്കുമ്പോൾ യേശുവിനോട് വന്നിട്ട് പറഞ്ഞു, നീ എന്നെ ഒന്ന് വണങ്ങിയാൽ ഈ കാണുന്നതെല്ലാം ഞാൻ നിനക്ക് തരാം. അന്ന് പിശാച് പറഞ്ഞു, നീ എന്നെ ഒന്ന് നമസ്കരിച്ചാൽ ഈ കാണുന്നത് മുഴുവൻ ഞാൻ നിനക്ക് തന്നേക്കാം. അന്ന് കർത്താവിനോട് പറഞ്ഞു, മാറിയിരിക്കടാ, നിന്നെ വണങ്ങുമെന്നല്ല ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന, എന്നെ വണങ്ങുമെന്നാ. എത്ര പേർക്ക് ഇന്ന് പകൽ ഏറ്റെടുക്കാൻ കഴിയും? നിന്നെ വണങ്ങുമെന്നല്ല ഈ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നേ, എന്നെ വണങ്ങുമെന്നാ. എല്ലാ മുട്ടും യേശുവിന്റെ മുമ്പിൽ മടങ്ങും, എല്ലാ നാവും അവനെ കർത്താവെന്ന് വായിക്കൊണ്ട് ഏറ്റു പറയും. ഇനി നിങ്ങൾ ഗൗരവമായി ശ്രദ്ധിക്കേണ്ട ദൈവത്തിന്റെ ആലോചന. അന്ന് പിശാച് യേശുവിനോട് പറഞ്ഞു, നീ എന്നെ ഒന്ന് വണങ്ങാൻ. പക്ഷെ കർത്താവ് വണങ്ങിയില്ല. ശ്രദ്ധിക്കുക, പിശാചിന്റെ മുമ്പിൽ വണങ്ങാത്ത ഒരു തലമുറയുടെ മുൻപിൽ പിശാച് വണങ്ങുന്നു. ഓ, യേശുവിനെ കണ്ടവൻ വണങ്ങി, നമസ്കരിച്ചു.
അതെ, പിശാചിന്റെ തന്ത്രങ്ങളുടെ മുമ്പിൽ, വണങ്ങാത്ത ഒരു തലമുറയുടെ മുമ്പിൽ പിശാച് വിറയ്ക്കുന്നു. പാപത്തിന്റെയും ലോകസുഖത്തിന്റെയും ജഡീക നൈമിഷിക മോഹങ്ങളുടെയും മുൻപിൽ വണങ്ങാത്ത ഒരു തലമുറയുടെ മുൻപിൽ ഇതാ പിശാച് വണങ്ങുന്നു, പിശാച് നമസ്കരിക്കുന്നു. സാത്താനെ ഭയമില്ലാത്തവരെ സാത്താൻ ഭയപ്പെടുന്നു. ദുരാത്മാവ് യേശുവിനോട് ചോദിച്ച ചോദ്യം എന്നാണെന്നറിയാമോ? സമയത്തിന് മുമ്പേ നീ ഞങ്ങളെ കൈകാര്യം ചെയ്യാൻ വന്നിരിക്കുവാന്നോ എന്ന് പറഞ്ഞാൽ പിശാചിനറിയാം അവനെ കൈകാര്യം ചെയ്യാൻ അധികാരമുള്ളവനായി നിൽക്കുന്നതെന്ന്. സ്തോത്രം. സമയത്തിന് മുൻപേ നീ ഞങ്ങളെ കൈകാര്യം ചെയ്യാൻ വന്നിരിക്കുകയാണോ? ആ പന്നിക്കൂട്ടത്തിലേക്ക് കയറാൻ ഞങ്ങൾക്ക് അനുവാദം തരണം. ഈ പന്നിക്കൂട്ടത്തിലേക്ക് കയറാൻ ഞങ്ങൾക്ക് പെർമിഷൻ തരണം. അപ്പം യഹൂദന്മാരുടെ കൺസെപ്റ്റിൽ ഏറ്റവും നികിഷ്ടമായ ഒരു ജീവിയാണ്, ജന്തുവാണ് പന്നി. ഇതിനകത്തോട്ട് കയറാൻ പെർമിഷൻ വേണം യേശുവിന്റെ. പത്രോസിനോട് യേശു പറയുന്നു, ശീമോനെ ശീമോനെ, സാത്താൻ നിന്നെ ഗോതമ്പ് പാറ്റുന്ന പോലെ പാറ്റേണ്ടതിന് എന്നോട് അനുവാദം ചോദിച്ചു, ഞാൻ പെർമിഷൻ കൊടുത്തില്ല. ഇയ്യോബിനെ പരീക്ഷിക്കാൻ സാത്താൻ ദൈവത്തിന്റെ സന്നിധി ചെന്നു, ദൈവം അനുവാദം കൊടുത്തു. പന്നിയിലോട്ട് കയറാൻ പിശാച് അനുവാദം ചോദിച്ചു, കർത്താവ് അനുവാദം കൊടുത്തു. അങ്ങനെങ്കിൽ ഓർക്കുക, എന്റെ ദൈവം അനുവദിക്കാതെ, എന്റെ കർത്താവ് സമ്മതിക്കാതെ ഒരു പിശാചിനും നിന്റെ വീട്ടിന്റെ ഗേറ്റേ പോലും തൊടാൻ പെർമിഷൻ ഇല്ല. വിശ്വസിക്കുന്നവർ എത്ര പേര് നടുവിലുണ്ട്? ഒരാഭിചാരകനും ഒരു മന്ത്രവാദിക്കും ഒരു ക്ഷുദ്രക്കാരനും നിന്നെ തകർക്കാൻ കഴിയത്തില്ല. ഓ, എന്റെ ദൈവം അറിയാതെ നിന്റെ തലയിലെ ഒരു മുടി പോലും പൊഴിയത്തില്ല. വിശ്വസിക്കുന്നവർ കരങ്ങൾ അടിച്ച് വായ് തുറന്ന് ദൈവത്തിന് സ്തോത്രം ചെയ്യ. Glory to God. കർത്താവ്, എല്ലാരും എന്നെ ശ്രദ്ധിച്ച് കേൾക്കണേ, ഈ പന്നിയിലോട്ട് കയറാൻ അനുവാദം കൊടുത്തു. പെട്ടെന്ന് ഇതെല്ലാം കൂടി പന്നിയിലോട്ട് കയറി. 2000 പന്നികൾ അവിടെ ഉണ്ടായിരുന്നു. ഈ മനുഷ്യന്റെ ശരീരത്തിൽ 6000 ഭൂതമുണ്ട്. അപ്പൊ ഈ 6000 ഭൂതം 2000 പന്നി കയറണമെങ്കിൽ ഒരു പന്നിക്ക് 3 ഭൂതം വെച്ച്. അങ്ങനെ ഈ 6000 ഭൂതങ്ങൾ 2000 പന്നിയിൽ കയറി. എന്നിട്ട് എന്നാ സംഭവിച്ചേ? സഡൻ ഈ പന്നിയിലോട്ട് ഇത് കയറിയതും ഈ പന്നികളെല്ലാം കൂടെ ഓടിപ്പോയി കടലിലോട്ട് എടുത്തു ചാടി അങ്ങ് ചത്തു. എന്ന് പറഞ്ഞാൽ ഭൂതം അങ്ങോട്ട് കയറിയതും പന്നിയെല്ലാം കൂടെ എടുത്ത് ചാടി അങ്ങ് ആത്മഹത്യ ചെയ്തു. അപ്പൊ ഭൂതം എന്തിനാ കയറുന്നേ? അപ്പൊ പിശാച് എന്തിനാ ഇരിക്കുന്നത്? എന്താണ് ഇതിന്റെ അവസാനം? എന്തിനാണ് ഒരു കുടുംബത്തെ, ഒരു വ്യക്തി ഇവൻ സ്വാധീനിക്കുന്നത്? നന്നാക്കാനല്ല, അവനെ പരാജയപ്പെടുത്താനാ. അത് യേശു പറഞ്ഞു, അറക്കാനും മുടിക്കാനും മോഷ്ടിക്കാനും അല്ലാതെ കള്ളൻ വരുന്നില്ല, എന്നാൽ ഞാൻ വന്നതോ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകാനും സമൃദ്ധിയായ ജീവൻ ഉണ്ടാകാനും. ഹല്ലേലൂയ. ഇനി കേട്ടോ, ഈ പന്നിയെല്ലാം കൂടെ കടലെ ചാടി അങ്ങ് ചത്തു. കർത്താവ് ഇതിനെ ഒരു ആട്ടിൻകൂട്ടത്തിലേക്ക് കയറാൻ അനുവദിച്ചില്ല, പശുക്കൂട്ടത്തിലേക്ക് കയറാൻ അനുവദിച്ചില്ല, പന്നിക്കൂട്ടത്തിൽ കയറാനാണ് അനുവദിച്ചത്. ആട്ടിൻകൂട്ടത്തിലേക്ക് കയറാൻ അനുവദിക്കാതെ, പശുക്കൂട്ടത്തിലോട്ട് കയറാൻ അനുവദിക്കാതെ, പന്നിക്കൂട്ടത്തിലോട്ട് കയറി ഇതെല്ലാം കൂടെ എടുത്ത് ചാടി അങ്ങ് ചത്തു. പന്നിക്കൊരു പ്രത്യേകതയുണ്ട്. പന്നിയുടെ പ്രത്യേകത, ചത്താൽ മാത്രമേ ഇവനെ കൊണ്ട് പ്രയോജനമുള്ളൂ. പന്നിയുടെ പ്രത്യേകത എന്നാ? ചത്താൽ മാത്രമേ ഇവനെ കൊണ്ട് പ്രയോജനമുള്ളൂ. ആടാണെങ്കിൽ ജീവിച്ചിരിക്കണം, പശു ആണെങ്കിൽ ജീവിച്ചിരിക്കണം പ്രയോജനപ്പെടുത്തണമെങ്കിൽ. പന്നി ചത്താലേ ഉള്ളൂ, മാംസത്തിനല്ലാതെ പിന്നെ എന്തിനാ ഇവനെ ഉപയോഗിക്കുന്നത്? പന്നി ചത്താലേ പ്രയോജനമുള്ളൂ. ദാ ചത്തു. അവിടെയും കർത്താവ് ഒരു തിന്മയും ചെയ്തില്ല. സ്തോത്രം. ഇനി കേട്ടോ, ഈ ദുരാത്മ സൈന്യങ്ങളാണ്, ഇവന്റെ ശരീരത്തിൽ വ്യാപരിച്ച അന്ധകാര ശക്തികളാണ് യേശു ഈ ഗദരദേശത്ത് വരാതിരിക്കാൻ കാറ്റിനെയും കടലിനെയും ഇളക്കിയത്. യേശുവിനെ ആ കടലിൽ മുക്കാൻ ഈ പിശാച് ശ്രമിച്ചു. ശിഷ്യന്മാരെയും യേശുവിനെയും ആ കടലിൽ മുക്കി താഴ്ത്താൻ പിശാച് ട്രൈ ചെയ്തു. എന്നാൽ അതേ പിശാച് ഇപ്പം അതേ കടലിൽ എടുത്തു ചാടി. നോക്കുക, നിന്നെ പിഴുതാൻ നോക്കിയവൻ പിഴുതപ്പെടത്തേ ഉള്ളൂ. ഇന്ന് പകൽ ശത്രുക്കൾ കാണുക, മേശ ഒരുക്കുന്ന കർത്താവ് നിന്റെ പരാജയം കാണാൻ കൊതിച്ചവരുടെ മുൻപിൽ, നിന്റെ വീഴ്ച കാണാൻ കൊതിച്ചവരുടെ മുൻപിൽ ഇന്ന് പകൽ നിന്നെ ജയോത്സവമായി നടത്തുന്ന ദൈവം നിങ്ങളുടെ പരാജയം കാണാനും
നിങ്ങളുടെ തകർച്ച കാണാനും ആഗ്രഹിച്ചവരുടെ മുമ്പിൽ ഇന്ന് പകൽ ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെയും തലയിൽ ഞാൻ കൈവച്ച് പറയുന്നു, നീ താഴ്ചയല്ല ഉയർച്ച തന്നെ പ്രാപിക്കും. വിശ്വസിക്കുന്നവർ ഏറ്റെടുത്താട്ടെ. നീ താഴ്ചയല്ല ഉയർച്ച തന്നെ പ്രാപിക്കും. ശത്രുക്കൾ കാണുക അവൻ നിനക്ക് മേശ ഒരുക്കും, നിന്റെ തല എണ്ണ കൊണ്ട് അഭിഷേകം ചെയ്യും. ഓ, നിന്റെ പാനപാത്രം നിറഞ്ഞു കവിയും. ഹല്ലേലൂയ. നിങ്ങൾ കൈ കൊടുക്കുന്നവർ അനുഗ്രഹിക്കപ്പെടും, നിങ്ങൾ തൊടുന്നവർ അനുഗ്രഹിക്കപ്പെടും, നിങ്ങൾ പോകുന്നവർ അനുഗ്രഹിക്കപ്പെടും, നിങ്ങൾ നോക്കുന്നവർ അനുഗ്രഹിക്കപ്പെടും. ഓ ഹല്ലേലൂയ. നിന്റെ പരാജയം കാണാൻ കൊതിച്ചവരുടെ മുമ്പിൽ നിനക്ക് എന്ത് സംഭവിക്കുമെന്ന്, നിന്റെ സഭയ്ക്ക് ശുശ്രൂഷയ്ക്ക് എന്ത് സംഭവിക്കുമെന്ന് നോക്കി നിന്നവരുടെ മുമ്പിൽ അനുഗ്രഹിച്ച് എന്റെ ദൈവം, അനുഗ്രഹിച്ച് ദൈവം നിന്നെ മാനിക്കും. വിശ്വസിക്കുന്ന എത്ര പേരുണ്ട്? വായ്പ വാങ്ങാനല്ല, വായ്പ കൊടുക്കാൻ. ഹല്ലേലൂയ. നിങ്ങൾക്ക് ഒരു ദോഷവും വരത്തില്ല. നിങ്ങൾക്കൊരു ദോഷവും വരത്തില്ല. നിങ്ങൾക്കൊരു ദോഷം വരത്തില്ല. നിങ്ങൾക്കൊരു ദോഷം വരുന്നത് കാണാൻ, നിങ്ങളുടെ വീട്ടിൽ എന്തുവാ നടക്കുന്നതെന്ന് കാണാൻ നോക്കി നിൽക്കുന്നവരുടെ മുമ്പിൽ ആഴ്ചകൾ കഴിയുന്തോറും അനുഗ്രഹിച്ച് അപ്പോസ്തലനായ പൗലോസ് മെലീത്ത എന്നൊരു ദ്വീപിലെത്തി. നല്ല തണുപ്പുള്ള സ്ഥലം. പുള്ളിക്കാരൻ ഇങ്ങനെ തണുപ്പ് വിറച്ചിരിക്കുക. കുറെ ആൾക്കാർ പോയി വിറകുകൾ പെറുകി തിരിക്കാത്തിട്ടു. അവരാ ചൂട് ഇങ്ങനെ കൊണ്ടുകൊണ്ടിരിക്കുകയാണ്. പൗലോസിനും ഭയങ്കര തണുപ്പ്. പുള്ളിയും പോയി കുറെ വിറകെടുത്തു. ആദ്യം എടുത്തോണ്ട് പോയ വിറകിനകത്തെങ്ങും അണലിയില്ലായിരുന്നു. അടുക്കിരുന്ന വിറകം കണ്ട പുള്ളി എടുത്തേ. അപ്പൊ അതിനകത്തൊരു അണലി ഉണ്ടായിരുന്നു. അത് പുള്ളിയുടെ കൈ കയറി അങ്ങ് ചുറ്റി. ഓർത്തോണം, ഈ അനങ്ങാതിരിക്കുന്ന വിറകയിലിരിക്കാനാണ് അണലിക്ക് ഇഷ്ടം. ഇത് പുള്ളിയുടെ കൈ കയറി ചുറ്റി. ആ ദ്വീപിലെ നിവാസികൾ ബർബരന്മാർ, അവന് പണി കിട്ടി. എന്തോ ഒരു സുവിശേഷമായിരുന്നു. യേശു ആരാന്നവൻ പറഞ്ഞ് ദൈവപുത്ര, അവന് പണി കിട്ടി. നോക്കിയേ, ആ ദ്വീപിലെ നിവാസികൾ ബർബരന്മാർ, ഇവനൊരു കുലപാതകൻ, സംശയമില്ല, ഇവൻ ഇത് തന്നെ വരണം. പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിക്ക്, യഥാർത്ഥമായി കർത്താവിന് വേണ്ടി നിന്നൊരു വ്യക്തിക്ക് ഒരു വിഷയം ഉണ്ടായാൽ താങ്ങുന്നവരെക്കാൾ അധികം തളർത്തുന്നവരായിരിക്കും. എന്നാ കേട്ടോ, നിങ്ങളോടുള്ള ദൂതായത്, നിങ്ങളുടെ കുടുംബത്തോടുള്ള ദൂതായത്. ആ ദ്വീപുകാർ അവൻ എന്ത് സംഭവിക്കുമെന്നവർ നോക്കി നിന്നു. അതെ, ഈ 2013 വരുന്ന നാളുകളിൽ നിന്റെ കുടുംബത്തിന് എന്ത് സംഭവിക്കുമെന്നും, നിന്റെ തലമുറയ്ക്ക് എന്ത് സംഭവിക്കുമെന്നും, നിങ്ങൾ പോകുന്ന ദൈവസഭയ്ക്ക് എന്ത് സംഭവിക്കുമെന്നും, ഓ നിന്റെ തലമുറയിൽ എന്ത് സംഭവിക്കുമെന്നും നോക്കി നിൽക്കുന്നവരുണ്ട്. എന്ത് സംഭവിക്കും നോക്കി നിൽക്കുന്നവരുണ്ട്. മരണമാണോ, തകർച്ചയാണോ, വീഴ്ചയാണോ, പരാജയമാണോ, അപവാദമാണോ, നിനക്കെന്ത് സംഭവിക്കും എന്ന് നോക്കി നിൽക്കുന്നവരോട് അടുത്ത വാക്യമാ ദൂത്, അവൻ ഒരു ദോഷവും സംഭവിച്ചില്ല. അവൻ ഒരു ദോഷവും സംഭവിച്ചില്ല. പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ ബാധിക്കുകയില്ല. യഹോവ ഒരു ദോഷവും തട്ടാതെ വണ്ണം നിന്നെ പരിപാലിക്കുക. അവന് ഒരു ദോഷവും സംഭവിച്ചില്ല. ഇവന്റെ ശരീരത്തിൽ ബാധിച്ചിരുന്ന പൈശാചിക ശക്തികൾ വിട്ടുമാറി. അത് ഈ പന്നിയിലേക്ക് പ്രവേശിച്ചു. പന്നി വെള്ളത്തിൽ ചാടി ചത്തു. നാട്ടുകാർ, നീ അതാ വിഷയം, ഞങ്ങളുടെ പന്നിയെ തിരിച്ചു തരണം. നീ ഒരുത്തൻ ഇവിടെ വന്നതിന് ശേഷമാണ് ഞങ്ങളുടെ പന്നികൾ മുഴുവൻ പോയത്. നോക്കിയേ, നാട്ടുകാരുടെ വിഷയം പന്നി ഇറച്ചിയ, കർത്താവിന്റെ വിഷയം ഒരു ആത്മാവിന്റെ രക്ഷയാണ്. ഞങ്ങളുടെ പന്നിയെ തിരിച്ചു തരണം. നീ വന്നതിന് ശേഷം ഞങ്ങളുടെ പന്നിയെല്ലാം പോയെ. നോക്കിയേ, 2000 പന്നിയേക്കാൾ കർത്താവ് വില കൊടുത്തത് ഒരു ആത്മാവിനാണ്. നിങ്ങൾ കർത്താവിന് വിലപ്പെട്ടവരാ.
നിങ്ങൾ ദൈവത്തിന് ഭയങ്കര വിലപ്പെട്ട വ്യക്തിയാ. യേശുവിന് നിങ്ങളെ ഭയങ്കര ഇഷ്ടാ. എത്ര പേർക്കൊരു ഹല്ലേലൂയ പറയാൻ കഴിയും? ആമേൻ. ശ്രദ്ധിച്ച് കേൾക്കണേ. നാട്ടുകാർ പറയുകയാണ് ഞങ്ങളുടെ പന്നി തിരിച്ചാണ്. കർത്താവ് അവിടെ ഡീൽ ചെയ്യണം വിഷയം. ലിസൺ ടു മീ എവരിവൺ ഹിയർ. ആകെ ഒരു ആർഗ്യുമെന്റേഷൻ അവിടെ നടക്കുകയാണ്. പക്ഷേ ജനം അവനിലേക്ക് നോക്കുമ്പോൾ അവന്റെ മുഖം മാറി, അവൻ വസ്ത്രം ധരിച്ചു, അവന്റെ സംസാരം മാറി, അവൻ ആള് മാറി നിൽപ്പതായി. നിറകണ്ണുകളോടൊരു ദൂത് ഇന്ന് പകൽ ഇവിടെ പറയാം. കേട്ടാട്ടെ കേട്ടാട്ടെ കേട്ടാട്ടെ. നാട്ടുകാരും കുടുംബക്കാരും ലോകക്കാരും അവനിൽ ഒരു പരാജിതനെ കണ്ടപ്പോൾ, അവനിൽ ദുരാത്മാക്കളെ കണ്ടപ്പോൾ, അവനിൽ ഒരു തകർന്ന മാനസിക രോഗിയെ കണ്ടപ്പോൾ, യേശു അവനിൽ കണ്ടതൊരു മാനസിക രോഗിയല്ല, യേശു അവനിൽ കണ്ടതൊരു സുവിശേഷകനെയാണ്. ഓ, യേശു അവനിൽ കണ്ടതൊരു ഇവാഞ്ചലിസ്റ്റിനെയാ, ദക്കേപൊലി എന്ന ദേശത്തിലെ സുവിശേഷകൻ. അങ്ങനെങ്കിൽ നാട്ടുകാരും വീട്ടുകാരും ലോകക്കാരും കുടുംബക്കാരും വിധി എഴുതിയതല്ല നിങ്ങളുടെ ജീവിതം. കൈനോട്ടക്കാരൻ പറഞ്ഞതല്ല നിങ്ങളുടെ ജീവിതം. ജാതകത്തിൽ എഴുതിയതല്ല നിന്റെ ജീവിതം. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് ദൈവം ഒരുക്കിയിട്ടുള്ളത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ല. ഇനി കേൾക്കുക, ഞാൻ പ്രാർത്ഥിക്കാൻ പോകും. ഈ വിടുതൽ പ്രാപിച്ച മനുഷ്യൻ, ഈ ദുരാത്മാവിന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ട മനുഷ്യൻ യേശുവിനോട് ചോദിക്കുന്നു, ഗുരു, എന്റെ ജീവിതം മാറി, എനിക്ക് സുബോധം വന്നു, എന്തൊക്കെയോ എന്നിൽ നിന്ന് വിട്ടുപോയി, ഞാൻ ഇങ്ങനല്ലായിരുന്നു, നിന്റെ വാക്കുകളാണ് എന്നെ വിടുവിച്ചത്, നിന്റെ അധികാരമാണ് എന്നെ വിടുവിച്ചത്. ലോർഡ്, ഞാൻ നിന്നെ അനുഗമിച്ചോട്ടെ. ഈ 12 ശിഷ്യന്മാരിൽ 13ാമനായി എന്നെ കൂടെ എണ്ണാമോ? ഞാനും കൂടെ പോന്നോട്ടെ. യേശു പറഞ്ഞു, വേണ്ട. സഡൻ ആൻസർ, വേണ്ട, നീ എന്നെ അനുഗമിക്കണ്ട. നിങ്ങൾ അധ്യായം വായിച്ചാൽ അവിടെ എഴുതിയിട്ടുണ്ട്, നീ എന്നെ അനുഗമിക്കണ്ട, നീ എന്റെ കൂടെ പോരണ്ട. സത്യത്തിൽ അവൻ നല്ലൊരു കാര്യമല്ലേ ചോദിച്ചേ? യേശുവെ, ഞാൻ നിന്റെ കൂടെ പോന്നോട്ടെ. ഈ 12 ശിഷ്യന്മാരുടെ കൂടെ 13ാമനായി എന്നെ കൂടെ കണ്ടൂടെ? യേശു പറഞ്ഞു, നീ വരണ്ട, നീ എൻ്റെ കൂടെ പോരണ്ട. സത്യത്തിൽ അവൻ ചോദിച്ചതിന് തക്കൊരു മറുപടി അല്ല കിട്ടി. അതെ, നിങ്ങൾ ചോദിച്ച, നിങ്ങൾ പ്രാർത്ഥിച്ച ചില വിഷയങ്ങളിൽ നിങ്ങൾക്ക് അനുകൂലമായ ഒരു മറുപടി കിട്ടിയില്ല എന്ന് കരുതി ദൈവം നിങ്ങളെ കൈവിട്ടു എന്ന് കരുതരുത്. സ്വർഗത്തിലെ ദൈവം നിന്റെ മുമ്പിൽ ഒരു ജനൽ അടയ്ക്കുന്നെങ്കിൽ ഓർത്തോണം, ഒരു കതക് തുറന്നിട്ടാ. ഇനി നിങ്ങൾ വളരെ ഞെട്ടിപ്പിക്കുന്നൊരു സംഭവം, ഈ വിശുദ്ധ ബൈബിൾ ഇപ്പോൾ എടുക്കണ്ട, വീട്ടിൽ പോയി നോക്കിയാൽ മതി. ഏറ്റവും അവസാനം കർത്താവ് സഞ്ചരിച്ച ദേശങ്ങളുടെയൊക്കെ ചാർട്ട് കിടപ്പുണ്ട്, പടം. പാലസ്തീനുമൊക്കെ, ശമരിയ, ദക്കേപൊലി, ഇങ്ങനെ കുറേ ദേശങ്ങളോടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഏറ്റവും ബെസ്റ്റ് പ്ലേസ് ആണ് ദക്കേപൊലി. വലിയ സ്ഥലമാണ്. യേശു കർത്താവിൻ്റെ പരസ്യ ശുശ്രൂഷയിൽ ദക്കേപൊലി എന്ന സ്ഥലത്ത് യേശു പോയി ഒരു അത്ഭുതം ചെയ്തിട്ടില്ല. ദക്കേപൊലി എന്ന ദേശത്ത് യേശു പോയി ഒരു മിറക്കിളും ചെയ്തിട്ടില്ല. കബർനഹൂമിൽ ചെയ്തിട്ടുണ്ട്, നയീനിൽ ചെയ്തിട്ടുണ്ട്, ബെഥാനിയിൽ ചെയ്തിട്ടുണ്ട്, ഗലീലയിൽ ചെയ്തിട്ടുണ്ട്, യെരൂശലേമിൽ ചെയ്തിട്ടുണ്ട്, പലയിടത്തും ചെയ്തിട്ടുണ്ട്. പക്ഷെ ദക്കേപൊലിയിൽ പോയി യേശു ഒരു അത്ഭുതം പോലും ചെയ്തില്ല. റീസൺ എന്താണെന്നറിയാമോ? അത്ഭുതം പ്രാപിച്ച ഒരുത്തനെ അവിടത്തേക്ക് അപ്പോയിന്റ് ചെയ്തു. എത്ര പേർക്ക് ഏറ്റെടുക്കാൻ കഴിയും? വിടുതൽ പ്രാപിച്ച ഒരുത്തനെ വിശുദ്ധ ബൈബിൾ എഴുതിയിരിക്കുന്നു, അവൻ ദക്കേപൊലിയിൽ മുഴുവൻ നടന്ന് യേശുവിനെ കുറിച്ച് അറിയിച്ചു. അവൻ ഈ 12 ശിഷ്യന്മാരുടെ കൂടെ വരാനെന്ന് സമ്മതിച്ചായിരുന്നെങ്കിൽ അപ്പവും മീനും തിന്ന് നടക്കായിരുന്നു. ഈ 12 ശിഷ്യന്മാരുടെ കൂടെ ഒന്ന് വരാൻ അനുവദിച്ചായിരുന്നെങ്കിൽ ഗത്സമനെ വെച്ച് ഓടി ഒളിക്കായിരുന്നു. പക്ഷെ കർത്താവിന് അനുവദിക്കാതിരുന്നത്, ചിലത് ദൈവം തടയുന്നത് ചിലത് തുറക്കാനാണ്. അങ്ങനെങ്കിൽ ഓർത്ത്, പ്രതികൂലം പരാജയമല്ല, പ്രതികൂലം പ്രമോഷനാ.
ഡോക്ടർ പറയുമ്പോൾ ചെയ്യുന്നതിനേക്കാൾ വിടുതല നിന്നെ നിർമ്മിച്ച ദൈവത്തിന്റെ ആത്മാ പറയുമ്പോൾ ചെയ്യുന്നത്. ഇപ്പം എനിക്ക് ഒരുപാട് വ്യത്യാസമുണ്ട്, ഒരുപാട് സുഖമുണ്ട്. ദൈവം ഞങ്ങളുടെ കുഞ്ഞിനോട് കാരണം തോന്നി ഞങ്ങൾ വിശ്വസിക്കുന്ന കുടുംബമായിട്ട് കുഞ്ഞൊന്ന് മയങ്ങി ഉണർന്നിട്ട് വന്ന് ചെവി തപ്പിട്ട് പറഞ്ഞ അമ്മ എൻ്റെ ചെവി മുഴയില്ല, കുഞ്ഞിന് ഒരു കുഴപ്പമില്ലാതെ ദൈവം തന്നു. 12 വർഷമായി വളരെയധികം ആൾക്കാർക്ക് മന്ത്രവാദം ചെയ്തു കൊടുത്തുകൊണ്ടിരുന്ന ഈ സഹോദരി ഒരു ദൈവവചനം കേട്ടു. അവൻ നിങ്ങൾക്കായി കരുതുന്നവനാകുകയാണ്. എന്റെ കോളേജ് വിദ്യാഭ്യാസത്തിന്റെ നടുവിൽ ഞാൻ നസ്രയിനെ കണ്ടെത്തി. പക്ഷേ സിസ്റ്ററിന്റെ പേര് ഗ്രേസി എന്നാണ്. കഴിഞ്ഞ 3 വർഷമായി ഈ ഇടത്തെ ചെവി അടഞ്ഞിരിക്കുകയായിരുന്നു, കേൾക്കില്ലായിരുന്നു. തനിക്ക് അതിൻ്റെതായ ഒത്തിരി കുഴപ്പങ്ങളുണ്ടായിരുന്നു. തനിക്ക് യാത്ര ചെയ്യാൻ പോലും ബുദ്ധിമുട്ടായിരുന്നു. എന്നാൽ പ്രാർത്ഥിച്ചു വന്നപ്പോൾ കൈ വെച്ച് പ്രാർത്ഥിച്ചപ്പോൾ കയ്യിൽ എന്തോ തൊടുന്ന പോലെ തോന്നി. ആ കൈ എടുത്ത് മാറ്റിയപ്പോൾ ചെവി തുറന്നു. കരങ്ങളടിച്ച് കർത്താവിന് നന്ദി പറയാം. വരൂ സിസ്റ്റർ, എന്തായിരുന്നു സഹോദരിയുടെ ചെവിക്ക് ഉണ്ടായിരുന്ന പ്രശ്നം? ചെവി ശരിക്കും കേൾക്കത്തില്ലായിരുന്നു കുറച്ചാളായിട്ട്. ഇടത് ചെവി ഫോണൊക്കെ ഞാൻ അതുകൊണ്ട് യൂസ് ചെയ്യുന്ന പല ദൈവമായിട്ടായിരുന്നു. ഇപ്പം ഇവിടെ നിന്ന് പ്രാർത്ഥിച്ചപ്പോൾ അതെന്തുകൊണ്ടായിരുന്നു കേൾക്കാഞ്ഞത്? എന്താണെന്നറിയില്ല. ഒരു പക്ഷേ ഞാൻ ട്രാവൽ ചെയ്തപ്പോഴാണ് എന്തോ ഇൻഫെക്ഷൻ ആണെന്ന് പറഞ്ഞേ. ഡോക്ടറെ കാണിച്ചായിരുന്നു? കാണിച്ചായിരുന്നു. എന്താ പറഞ്ഞു? വേറെ മരുന്നൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല, ഇതൊന്നും ചെയ്യാൻ പറ്റില്ലെന്നാ പറഞ്ഞേ. ഒന്നും ചെയ്യാൻ പറ്റുകയെന്ന് പറഞ്ഞു മെഡിക്കൽ സയൻസിന്. ഇവിടെ വരുമ്പോഴും ആ ചെവി കേൾക്കത്തില്ലായിരുന്നോ? നന്നായിട്ട് ഇങ്ങനെ സംസാരിക്കുമ്പോൾ കേൾക്കാൻ ഫോണൊന്നും യൂസ് ചെയ്യത്തില്ലായിരുന്നു. ഇപ്പം പക്ഷേ എനിക്ക് സൗഖ്യമായിട്ട് ഫീൽ ചെയ്തു. നന്നായി കേൾക്കാം. നേരത്തെ കേട്ടോണ്ടിരുന്ന ചെവി അടച്ചു നോക്കിയോ? കേൾക്കാൻ നേരം. അപ്പൊ ഇതുകൊണ്ട് കേൾക്കാം. കരമൊന്ന് അടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞു. ലോർഡ് വി താങ്ക് യു ഫോർ ദ ഡെലിവറൻസ്. പാസ്റ്റർ, ഈ ബ്രദർ ഷാജി എന്നാണ്. ഇദ്ദേഹത്തിന് കഴിഞ്ഞ 7 മാസമായി ഹെർണിയയുടെ മുഴ ഉണ്ടായിരുന്നു. ഇങ്ങനെ തൊടുമ്പോൾ തനിക്ക് അറിയാമായിരുന്നു. അടുത്ത മാസം ഓപ്പറേഷൻ വെച്ചിരുന്നതാണ്. പ്രാർത്ഥനത്തിന് ശേഷം ആ മുഴ അവിടെ കാണുവാനില്ല. ഷാജി, എന്തായിരുന്നു നിങ്ങൾക്കുണ്ടായിരുന്ന പ്രയാസം? എനിക്കൊരു 8-10 മാസമായിട്ട് മുഴയാണ്. ഞാൻ ഷിപ്പിലാണ് ജോലി. അപ്പം ഞാൻ അടുത്ത മാസം ജോയിൻ ചെയ്യുമ്പോൾ എനിക്ക് മെഡിക്കലുണ്ട്. അപ്പോൾ മെഡിക്കൽ ചെയ്യുന്നതിന് ഓപ്പറേഷൻ ചെയ്യണം. അങ്ങനെ പ്രാർത്ഥനയിൽ ഹീലാവുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. എൻ്റെ ഇവിടെ ബൾജ് നിൽക്കുകയായിരുന്നു. ഇവിടെ തള്ളി പുറത്ത് നിൽക്കണായിരുന്നു. പ്രാർത്ഥിച്ചപ്പോൾ അത് സൗഖ്യപ്പെട്ടെന്ന് എങ്ങനെ അറിയാം? ഞാൻ കൈവച്ചു പ്രാർത്ഥിച്ചു. അപ്പോൾ എനിക്ക് ഫീൽ ചെയ്തു. ഇപ്പം ഇല്ല ആ മുഴ. ഇപ്പം അതോടെ കാണില്ല. ഇല്ല. കരങ്ങളടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞാട്ടെ. ഗോഡ് ബ്ലെസ് യു ബ്രദർ. ഗോഡ് ബ്ലെസ് യു. പാസ്റ്റർ, ഈ ആൻറ്റിയുടെ പേര് ആലീസ് എന്നാണ്. ഈ ആലീസ് ആൻറ്റിയുടെ കാലിൻ്റെ മുട്ടിന് തേയ്മാനമായിട്ട് ഇതിട്ടുകൊണ്ട് നടക്കുമായിരുന്നു. ഇത് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞിരിക്കുമായിരുന്നു. അങ്ങനെ ഭയങ്കര അതിവേദനയാൽ ഭാരപ്പെടുമ്പോൾ ഇതിട്ടുകൊണ്ടാണ് ഇവിടെ കടന്നു വന്നത്. ഇപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ കർത്താവ് തന്നെ തൊട്ടു. ആ വേദന മാറി. ഇപ്പോൾ ഇതില്ലാതെ നടക്കാം. സ്റ്റെപ്പ് കയറിയപ്പോൾ യാതൊരു വേദനയുമില്ലായിരുന്നു. എന്തായിരുന്നു സഹോദരിയുടെ പ്രശ്നം? എൻ്റെ കാലിൻ്റെ മുട്ടിൻ്റെ തേയ്മാനം. അത് 2 ആഴ്ച മരുന്ന് കഴിച്ച് കഴിഞ്ഞ് ഓപ്പറേഷൻ ചെയ്യാൻ പറഞ്ഞതാണ്. ഓപ്പറേഷൻ ചെയ്യാൻ പറഞ്ഞത് ഇതിട്ട് നോക്കാൻ പറഞ്ഞു. ഇതിട്ട് നോക്കിയിട്ടും വേദനയ്ക്ക് ഒരു കുറവുമില്ലായിരുന്നു. ഇന്നലെ വൈകിട്ട് ഭയങ്കര വേദനയായിരുന്നു. ഇന്ന് കരഞ്ഞ്. എന്നിട്ട് തന്നെ മോള് പറഞ്ഞ് ഇവിടെ ബ്രദറിൻ്റെ പ്രാർത്ഥനയുണ്ട്, നമുക്ക് പോകാമെന്ന് പറഞ്ഞ് മോളെ വിളിച്ചോണ്ട് വന്നേ. പക്ഷേ ഇവിടെ വന്നപ്പോഴത്തേന് എനിക്കൊരു ശക്തി ഇങ്ങനെ കയറി വരുന്ന പോലെ തോന്നി. അത് പെട്ടെന്ന് ഞാൻ എൻ്റെ മനസ്സിൽ പറയുക ഇതങ്ങ് ഊരി താഴോട്ടൊക്കെ. ഞാൻ താഴോട്ട് ഇങ്ങോട്ട് ഊരിയിട്ട് കഴിഞ്ഞ് ആ വേദന അങ്ങ് മാറി. ഇങ്ങനെ മടക്കാനൊന്നും മേലായിരുന്നു. ഭയങ്കര വേദനയായിരുന്നു. ഇപ്പം അതില്ല. ഇല്ല. ഒന്ന് നടന്നേ. എത്ര പേർക്ക് വിശ്വാസമുണ്ട് കർത്താവ് അത്ഭുതങ്ങളുടെ ദൈവമാണ്? തിരിച്ചു കയറി വന്നേ. ഓടിക്കയറി വന്നേ. ഈ മുട്ട് സർജറിക്ക് വേണ്ടി വെച്ചിരുന്ന? സർജറിക്ക് വേണ്ടി വെച്ചിരുന്ന 2 ആഴ്ച കഴിയുമ്പോൾ ചെല്ലാൻ പറഞ്ഞതാ. ഇങ്ങനെ സ്റ്റെപ്പ് ഒന്നും കയറുകയില്ലായിരുന്നു? ഇല്ല. ഇങ്ങനെ ഏന്തിയാ പോയിക്കൊണ്ടിരുന്നത്. ഇപ്പൊ ഏന്തി അല്ലല്ലോ പോയത്. കരമൊന്നടിച്ച് കർത്താവിന് നന്ദി പറഞ്ഞട്ടെ. സ്വർഗത്തിലെ ദൈവം ചെയ്ത അത്ഭുത വിടുതലിനായി, സൗഖ്യത്തിനായി നന്ദി.
ജീസസ് ഈസ് അലൈവ് ഗ്ലോബൽ വർഷിപ്പ് സെന്റർ ഒരുക്കുന്ന ആരാധനയും വിടുതലിൻ ശുശ്രൂഷയും എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ കൊട്ടാരക്കര പുലമൺ ജംഗ്ഷനിൽ ജീസസ് ഈസ് അലൈവ് ഗ്ലോബൽ വർഷിപ്പ് സെന്ററിൽ വെച്ച് നടത്തപ്പെടുന്നു. ഈ മീറ്റിംഗുകളിൽ അനേക രോഗികളെ യേശു സൗഖ്യമാക്കുന്നു. കടഭാരത്തിൽ നിന്നും അനേകർ വിടുതൽ പ്രാപിക്കുന്നു. നിങ്ങളുടെ എല്ലാ വിഷയങ്ങൾക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തുവിന്റെ ശുശ്രൂഷകൾക്കായി ദൈവവചനാടിസ്ഥാനത്തിൽ അനേകരെ പങ്കെടുക്കുന്നു. വിശ്വാസത്തോടെ കടന്നു വരിക. സമാധാനവും സൗഖ്യവും വിടുതലും പ്രാപിക്കുക. കൂടുതൽ വിവരങ്ങൾക്ക് ജീസസ് ഈസ് അലൈവ് ഗ്ലോബൽ വർഷിപ്പ് സെന്റർ, പുലമൺ PO, കൊട്ടാരക്കര.